ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാബ് അസിസ്റ്റന്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ആ എക്സാമിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഡയലോഗ് അടിച്ചായിരുന്നു. ഇങ്ങനെ വരും അങ്ങനെ വരും എന്നെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. കറക്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ അടക്കം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി. ഓക്കെ സാർ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ KPSM മെത്തേഡ് വർക്കായി. ഓക്കെ, നമ്മളത് കുറെ പ്രാവശ്യം കാണിച്ചു തന്നാണ്. പക്ഷെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആക്ച്വലി. ഓക്കെ, 85 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാക്ട്ലി നമ്മൾ എങ്ങനെയാണോ പ്രെഡിക്ട് ചെയ്ത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് പ്രെഡിക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ട് ആണെങ്കിൽ ഫാക്ട് വരണേ, സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരണേ. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ ടോപ്പിക് ആണെങ്കിൽ ടോപ്പിക് എന്ന് പറയണേ. അങ്ങനെ നമ്മൾ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൊത്തം സിലബസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. സിലബസിന്റെ വളരെ വലിയ ഭാഗം നമ്മൾ എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞ്, വെട്ടിക്കളഞ്ഞു. ഓക്കെ, എല്ലാ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചോ? ഇല്ല. ടോപ്പിക് നമ്മൾ ഫാക്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ആണെന്നും ഫാക്ട് എന്താ ബേസിക് കാര്യങ്ങൾ പഠിച്ചു പോയാന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കറണ്ട് അഫെയർ വന്നിരുന്നത് 17 ക്വസ്റ്റ്യൻസ് എന്താണ് ആക്ച്വലി നമ്മുടെ എന്താണ് എന്താ സിലബസ് എന്നാണ്, 3 ന്യൂസ് എന്നാണ്. ഓക്കെ, നമുക്കതിൽ 16 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെന്റ്സ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, സാർ ഞങ്ങളത് വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രൂഫ് വേണം. കാണിക്കാലോ. ആ പ്രൂഫ് കാണിക്കലും ഓക്കെ അല്ലെ. ഇനി വരാൻ പോകുന്ന സെയിൽസ് അസിസ്റ്റന്റ് അതേപോലെ CPO WCPO എക്സാം എങ്ങനെയാണ് വരിക എന്നുള്ളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യലും, പിന്നെ ഓബിയസ്ലി ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഡിസ്കഷനും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എന്റെ പേര് കിരൺ. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, സ്ട്രാറ്റജി ഫോർ റൈറ്റിംഗ് ലാബ് അസിസ്റ്റന്റ് എക്സാം 2025. അപ്പൊ നിങ്ങൾ കണ്ടന്റ്സിൽ പോയി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. എന്തായിരിക്കും പ്രോപ്പറായിട്ട് കാര്യം മനസ്സിലാവും. ഇനി അത് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു എക്സാം വരുന്നതിന് മുമ്പ്. ഓക്കെ, 2024 തൊട്ട്, അതായത് LDC എക്സാം കഴിഞ്ഞത് തൊട്ട് നമ്മൾ എങ്ങനെയാണ് സെയിൽസ് അസിസ്റ്റന്റ് അതേപോലെ എന്താണ് ആക്ച്വലി 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് അതേപോലെ CPO WCPO ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതല്ല നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും, @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പ് ഉള്ളത്. ആ ഗ്രൂപ്പിൽ നമ്മൾ അപ്പൊ തൊട്ടേ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓരോ വീക്കിലെയും സ്ട്രാറ്റജി എങ്ങനെയാണ്, എന്താണ് പഠിക്കേണ്ടതെന്ന് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം അവസാനമാണ്, കലാശക്കൊട്ടാണ് നടന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം ഇനി പറ. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ആയി പഠിക്കണോ? വേണ്ട. ഓക്കെ, എല്ലാ കറണ്ട് അഫയറും കൂടി പഠിക്കണോ? വേണ്ട. ഓക്കെ, സ്മാർട്ട് ആയിട്ട് പഠിച്ച് ടോപ്പ് ആവാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ, ഗൈഡ് കംപ്ലീറ്റ് ആയി പഠിക്കണോ? വേണ്ട. SCRT കംപ്ലീറ്റ് ആയി പഠിക്കണോ? വേണ്ട. PSC ബുള്ളറ്റിൻ കംപ്ലീറ്റ് ആയി പഠിക്കണോ? വേണ്ട. ഒരു കട്ട് ഓഫ് മാർക്ക് എത്രയാ? 78 75ആണ്. ഞാൻ ജില്ല തിരിച്ചൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ അല്ലെ? നമുക്ക് ഇനിയൊരു ഡിലീഷൻ വരും. ഓക്കെ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു 70 to 75, അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. 25+ വളരെ ഈസി ആയി നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം. ഓക്കെ, പിന്നെ നമ്മുടെ ഈ രീതിയിൽ പഠിച്ചത് എന്താ പറയാ, എന്താണ് പഠിച്ചവർക്കുള്ള അവർക്കാണെങ്കിൽ ഈസിലി ഒരു 80 85 90 വാങ്ങാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. പിന്നെ ഓക്കെ, നോർമൽ ആയിട്ട് പഠിച്ചിട്ട് വരുന്നവരാണെങ്കിൽ കുറെ എക്സ്പീരിയൻസ് നേടിയ ആളുകളുണ്ട്, അവർക്ക് ഇത് എഴുതുമല്ലോ. ഓക്കെ, എങ്ങനെ പോയാലും ഒരു 40 മാർക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭാഗത്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരു 70 75 ആണ് കട്ട് ഓഫ് വരുന്നത്. നമ്മുടെ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 90 മാർക്ക് എന്താണ് എന്താ പറയാ, എളുപ്പമാണ്. അപ്പൊ എല്ലാം ചെയ്തതിന് ശേഷം കഷ്ടപ്പെട്ട് 3-4 ഇയേഴ്സിന് ശേഷം 90 മാർക്ക് വാങ്ങണോ? അതോ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത എക്സാം വരുന്നതിന്, അടുത്ത എക്സാം സെയിൽസ് അസിസ്റ്റന്റ് ആണ്, അടുത്ത എക്സാം CPO WCPO ആണ്, അതിൽ 90 മാർക്ക് വാങ്ങണോ? ഓക്കെ അല്ലെ? എന്താ ചെയ്യേണ്ടത്? തീരുമാനിക്കാം. ആർക്ക്? നിങ്ങൾക്ക്. അപ്പൊ നമ്മുടെ KPSM സ്ട്രാറ്റജി, ഇനി കുറെ നേരമായിട്ട് KPSM സ്ട്രാറ്റജി എന്ന് പറയുന്നു. പുതുതായിട്ടുള്ള ആളുകൾക്ക് കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് പറയാ. എന്റെ പേര് കിരൺ ആയതുകൊണ്ടും അതിനെ കിരൺസ് PSC സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് ഇനി ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ, KPSM സ്ട്രാറ്റജി എന്താണെന്ന് അറിയണമെങ്കിൽ, KPSM സ്ട്രാറ്റജിയിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുക, PSCക്ക് പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്ട്രാറ്റജി വീഡിയോസിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡണ്ണാണല്ലോ. ഓക്കെ, സാർ ആകെ എക്സൈറ്റ്മെന്റിലാണല്ലോ? അതെ,
ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് അല്ലേ ഉണ്ടാവുക? ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസിക് റൂൾ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, അതായത് കഴിഞ്ഞ KPSS മെത്തേഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് വീക്ക്ലി ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം, നമ്മുടെ ഇത് പ്രകാരമുള്ള കറണ്ട് അഫയർ മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ 130 മിനിറ്റ്സ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ആക്ച്വലി നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ടോപ്പിക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എക്സാം 2025 എങ്ങനെ സ്മാർട്ടായി മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഓക്കെ 1, 2, 3 അങ്ങനെയല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണോ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ഇനി വരാൻ പോകുന്ന സെയിൽസ് അസിസ്റ്റന്റ് ആയാലും CPO WCPO ആയാലും, ഓക്കെ, നമ്മൾ എങ്ങനെയാണോ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ എക്സാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടോപ്പിക്സിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. നമ്മൾ ഈ സെയിൽസ് അസിസ്റ്റന്റ് സ്ട്രാറ്റജി ഇടുന്നതായിരിക്കും, അതേപോലെ CPO WCPOയുടെ എക്സാം സ്ട്രാറ്റജി ഇതേപോലെ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ കാണിച്ചു തരും എന്താണ് ആക്ച്വലി ഇതേപോലെ സക്സസ് വീഡിയോ എന്താണ് ഇത്രയും വന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും മിസ്സാവില്ല, നിങ്ങൾക്ക് പ്രോപ്പറായി ടൈം മാനേജ്മെന്റ് ഉണ്ട്. കോഡ് എ ആണ് നമ്മൾ എപ്പോഴും ചെയ്യുക. കോഡ് എ പ്രകാരമാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ എക്സാക്ട്ലി ക്വസ്റ്റ്യൻ നമ്പർ പ്രകാരം ക്വസ്റ്റ്യൻ നമ്പർ അടക്കം എന്തായിരിക്കും? അതായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇത്രയും കാര്യം ഓക്കെ അല്ല? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ പേരാണ് കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ്. ഓക്കെ, കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം ഹോളിൽ നിങ്ങൾ കയറി. എക്സാം ഹോളിൽ നിങ്ങൾ കയറിയത് 1:30 ഓക്കെ, 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 2 മണി മുതൽ 3:30 വരെയാണ് എക്സാം ഉള്ളത്. ഈ 15 മിനിറ്റ് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിന്റെ പേരാണ് കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു? അറ്റംപ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ 86 to 90 ആയിരിക്കും. നിങ്ങൾ കോഡ് എയിലാണെങ്കിൽ ഒരു 85, 86 to 90 നമുക്ക് എന്ത് കാണാൻ പറ്റും? വൊക്കാബുലറി കാണാൻ പറ്റും. അതിൽ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ആന്റോണിം, സിനോണിം. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ആന്റോണിം ഓഫ് അമച്വർ. അമച്വറിന്റെ ആന്റോണിം എന്താണ്? പ്രൊഫഷണൽ എന്നാണ് അമച്വറിന്റെ ആന്റോണിം. അമച്വർ എന്ന് വെച്ചാൽ എന്താ? അത് അറിയാത്ത ആള്. പ്രൊഫഷണൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആക്ച്വലി എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കൃത്യമായി ചെയ്യുന്ന വ്യക്തി. ആന്റോണിം എന്ന് പറഞ്ഞാൽ എന്താ? വിപരീതം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്റെ ആൻസർ കിട്ടി. സിനോണിം. സിനോണിം ഓഫ് അമിയബിൾ ഈസ് എന്താ? സിനോണിം ഓഫ് അമിയബിൾ ഫ്രണ്ട്ലി. ഓക്കെ, അപ്പൊ ഫ്രണ്ട്ലി ആണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യം ഇതാ കിടക്കുന്നു. എന്ത്? ആന്റോണിം, സിനോണിം. ആന്റോണിം, സിനോണിം ക്വസ്റ്റ്യൻ കണ്ടില്ലേ? പിന്നെന്താ? കറക്റ്റ് സ്പെല്ലിംഗ് അല്ലെങ്കിൽ 1 word സബ്സ്റ്റിറ്റ്യൂട്ട്. അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ കറക്റ്റ് സ്പെല്ലിംഗ് എന്താ? ഇതാ കിടക്കുന്ന കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്കെ, ഹി ഹാസ് ബീൻ ഇലക്ടഡ് ടു. കറക്റ്റ് സ്പെല്ലിംഗ്. കൗൺസിൽ എന്നുള്ളതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് കണ്ടുപിടിക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കൗൺസിൽ എന്ന് വെച്ചാൽ CONCIL എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ട കാര്യമുള്ളത്. ക്ലിയർ അല്ലേ? അതെ. I dash my new dress on my birthday. Put up, put off, put up with, put on. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, ഇത് ഈ പുട്ട് അപ്പ് വിത്തിലൊക്കെ നമ്മൾ എന്താ വിളിക്കുക? കളക്റ്റീവ് നൗൺ ആണോ ഫ്രേസൽ വെർബ് ആണോ? ഫ്രേസൽ വെർബ് ആണ് വിളിക്കുക. അപ്പൊ അവിടെ ഫ്രേസൽ വെർബിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, നമ്മൾ എഴുതി വെച്ച പോലെ അതേ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇതെല്ലാം പെട്ടെന്ന് വായിക്കാവുന്നതല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ടെൻഷൻ ഫ്രീ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ ഭാഗത്തിലോട്ട് ആദ്യം കയറി. ഓക്കെ, എന്നിട്ട് നമ്മൾ എവിടെ എത്തി? വൊക്കാബുലറി സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഇതാണ് വൊക്കാബുലറിയുടെ സിലബസ്. ഓക്കെ, സിംഗുലർ ആൻഡ് പ്ലൂറൽ എന്ന് പറഞ്ഞിട്ട് സിലബസിൽ ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല മക്കളെ. ഓക്കെ, ഇവിടെ നോക്കിക്കോ, സെലക്ട് ചെയ്തോ സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഞാൻ ആന്റോണിം, സിനോണിം, കറക്റ്റ് സ്പെല്ലിംഗ്, 1 word സബ്സ്റ്റിറ്റ്യൂട്ട്, കളക്റ്റീവ് നൗൺ, ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ആൻഡ് ജെൻഡർ. ഇത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടുത്തെ സിലബസ് നോക്കിയേ. സിംഗുലർ ആൻഡ് പ്ലൂറൽ ഉണ്ട്. എഴുതിയിട്ടുണ്ടാ? ഇല്ല. ജെൻഡർ എഴുതിയിട്ടുണ്ടാ? ഉണ്ട്. കളക്റ്റീവ് നൗൺ എഴുതിയിട്ടുണ്ടാ? ഉണ്ട്. വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എഴുതിയിട്ടുണ്ടാ? ഇല്ല. കോമ്പൗണ്ട് വേർഡ്സ് എഴുതിയിട്ടുണ്ടാ? ഇല്ല. സിനോണിം എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ആന്റോണിം എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഫ്രൈസൽ വെർബ് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഫോർ ഇൻവേഴ്സ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. 1 word സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. വേർഡ്സ് ഓഫൺ കൺഫ്യൂസ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. സ്പെല്ലിംഗ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് മൊത്തമായിട്ട് ഓക്കെ എത്ര ടോപ്പിക് ഉണ്ട്? 14 ടോപ്പിക് ഉണ്ട്. ഞാൻ എത്ര ടോപ്പിക് എഴുതിയിട്ടുണ്ട്? 8 ടോപ്പിക് എഴുതിയിട്ടുണ്ട്. ആ 8 ടോപ്പിക് എന്തുവാണ് ആക്ച്വലി? ഓക്കെ അല്ലേ? 5 ക്വസ്റ്റ്യൻ വരണം. ഓക്കെ, ഇപ്പൊ 4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ. അതെല്ലാം ഈസി ആയിട്ടുള്ളതല്ലേ? ഓക്കെ അല്ലേ? അല്ലാതെ കുറെ കാര്യങ്ങൾ പഠിക്കാനല്ലോ. ഇനി ഞാൻ നിങ്ങളെ കൊണ്ട് മൊത്തം എന്താ പറയാ എല്ലാ ഫ്രേസൽ വെർബ്സും എല്ലാ സിനോണിമും എല്ലാ ആന്റോണിമും പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല.
എസ് സി ആർട്ടിൽ എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് PYQ എന്തൊക്കെയാണോ വന്നിരിക്കുന്നത് അത് മാത്രം പഠിപ്പിക്കുക. ഓക്കെ അല്ലേ? നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക് എന്താണ്? കോംപ്ലിക്കേറ്റഡ് അല്ല. കറക്റ്റ്. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് റീസണിങ് പാർട്ടിലേക്കാണ്. റീസണിങ് പാർട്ടിൽ നമ്മൾ പോകുമ്പോൾ 76 to 80 ആയിരിക്കും റീസണിങ് ഉണ്ടാവുക. ആ ഒരു സ്ഥലത്തിലായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഒരു നമ്പർ സീരീസ് അല്ലെങ്കിൽ ലെറ്റർ സീരീസ് ഉണ്ടാവും, നമ്പറോ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? റീഡ് എന്നതും പെയ്ഡ് എന്നതിന് കോഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലെറ്ററുമായിട്ടുള്ള കാര്യം അവിടെ ഇല്ലേ? ഉണ്ട്. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ക്ലോക്ക്. ഓക്കെ. ക്ലോക്ക് എന്താ? അരുൺ തന്റെ ക്ലോക്കിൽ 6 മണിക്ക് 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ എന്ത്? ഓക്കെ. ഇത് ചെയ്യാൻ കൂടിയില്ല, ചുമ്മാ എന്ത് ചെയ്താൽ മതി, നോക്കിയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 6 മണിക്കാണ്, പിന്നെ 9:15 വെച്ചു, തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ലോജിക്കലി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് മാത്സ് ഈ എക്സാമിൽ ഇത്രയധികം എളുപ്പമായത്? നമുക്ക് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട്. അവിടെ നമ്മൾ എന്താണ് ആക്ച്വലി സാധാരണഗതിയിൽ കാണാത്തതായിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ എക്കണോമിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ. സോ എല്ലാം കൂടി ആകുമ്പോൾ സ്റ്റുഡൻസിന് ഒന്ന് വേക്കൻസി കുറവാണ്, രണ്ട് കട്ട് ഓഫ് ഒരു 70 to 75 ഉള്ളിൽ വരും വേണം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം അവർക്ക് എളുപ്പമാക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഒരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പാട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു. ഒറ്റയാന കണ്ടെത്തുക ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ചിഹ്നം ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഓക്കെ. റിലേഷൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ശ്രേണി, സംഖ്യാശ്രേണി, അക്ഷരശ്രേണി പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്ഥാനനിർണയ പരിശോധന പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. സമാന ബന്ധങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഒറ്റയാന കണ്ടെത്തുക പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സംഖ്യാവലോകന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഓക്കെ അല്ലെ? എല്ലാ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. കുടുംബ ബന്ധങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദിശാബോധം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലോക്കിലെ സമയം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കലണ്ടറും തീയതിയും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലറിക്കൽ പരിശോധനയ്ക്കുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. 16 ടോപ്പിക് ഉണ്ട്. 7 ടോപ്പിക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സെലക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് 4 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? വരണം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തു നിന്നുള്ളത്. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഓർഡറിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഓക്കെ അല്ലെ? ക്വസ്റ്റ്യൻ വായിക്കാൻ ടൈം എടുക്കുന്നില്ലല്ലോ. ഓക്കെ, കറക്റ്റ് അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഈ 15 മിനിറ്റില് ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് എവിടെയൊക്കെ? സയൻസിലേക്ക്. അപ്പൊ സയൻസിലേക്ക് നമ്മൾ എവിടേക്കൊക്കെ പോകും? ബയോളജി പോകും, പിന്നെ എവിടെ പോകും? ഫിസിക്സ് പോകും, പിന്നെ എവിടെ പോകും? കെമിസ്ട്രി പോകും. ഓക്കെ. അപ്പൊ ഈ സ്റ്റേജിന്റെ പേര് ഞാൻ കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ് എന്നാക്കിയതിന്റെ കാരണം മനസ്സിലായോ? ഓക്കെ. ഇനി വരാൻ പോകുന്ന എല്ലാം ഒരു ഫാക്ട് ബേസ്ഡ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫാക്ട് ബേസ്ഡ് ആണ് നമ്മൾ പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത്. വന്നിരിക്കുന്നത് എന്തായിരിക്കും? ഫാക്ട് ബേസ്ഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എടുക്കുക. കോഡ് എടുത്തിട്ട് ഒരു 34ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പോകുന്ന സംഭവത്തിന്റെ പേരാണ് ബയോളജി. ഓക്കെ അല്ലെ? ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോർമോൺ, ലങ്സ്, ഹാർട്ട്, ഐ, ഫാക്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലെ? വന്നിട്ടില്ല. ഞാൻ 85 പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലെ? വന്നിട്ടില്ല. വരാതിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒന്ന് രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് മനുഷ്യരീരത്തെ കുറിച്ച് എന്ത് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വന്ന്. ക്ലിയർ? ഓക്കെ. എന്താണ് ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു. ക്യൂണികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി മൊയിൽ വറുത്തലാണ്. മൊയിൽ വറുത്തല്ല, മൊയിൽ വളർത്തലാണ്. രക്തത്തിലെ പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീന്റെ പേരെന്താ? ഗ്ലോബുലിനാണ് രക്തത്തിൽ പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീന്റെ പേരായിട്ടുള്ളത്. ഓക്കെ. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ശരിയായ പ്രസ്താവന ഏത്? അദ്ദേഹം കണ്ടുപിടിച്ച ആ സംഭവത്തിന്റെ പേരാണെന്ത്? കോശകേന്ദ്രം. അത് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പിനങ്ക സബ്റ്റേറേനിയ എന്ന് പറയുന്ന സംഭവം? അത് വേറൊന്നുമല്ല, അതെന്താണ്? ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡണ്ണാണല്ലോ? അതെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നിങ്ങൾ തന്നെ പറ. ഓക്കെ, പിനങ്ക സബ്റ്റേറേനിയ എന്നൊക്കെ എത്ര പേര് ഈ പുതിയ നമ്മൾ ഈ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമ്മൾ ഇങ്ങനൊന്നും ക്വസ്റ്റ്യൻ കാണുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയില്ല എന്നൊന്നും പറയുന്നില്ല, ഇത് അറിയുന്നവരുണ്ടാവും. പക്ഷെ ഇത് അറിയാൻ വേണ്ടി പഠിച്ചവരാണെങ്കിൽ കുറെ പോർഷൻ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? അവരുടെ കയ്യിൽ പോയിട്ടുണ്ടാവും. അത് നോർമലാണ്. മനുഷ്യരീരം എന്ന് പറയുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്, ഒരു വമ്പൻ ടോപ്പിക്കാണ്, ഒരു വലിയ ടോപ്പിക്കാണ്. ഓക്കെ, ആ വലിയ ടോപ്പിക്കിൽ ഇന്നതേ വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു 4 ടോപ്പിക് ഉണ്ട്. ടോപ്പിക് എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചു വെക്കുക. ആ 4 ടോപ്പിക്കിന്റെ പേരെന്താണ് മക്കളെ? ഒന്ന്
വൈറ്റമിൻ റിലേറ്റഡ് ഒരു ഫാക്ട് ആയിരിക്കണം വരേണ്ടത്. വൈറ്റമിൻ റിലേറ്റഡ് ഒരു ഫാക്ട് കാണണം. ഓക്കെ, അപ്പൊ വൈറ്റമിന്റെ ഫാക്ട് നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം. എന്താണ് വിറ്റാമിൻ ഡിയുടെ കുറവ് ഉണ്ടാവുന്ന രോഗം? ആക്ച്വലി കണരോഗം. നമ്മൾ ഫാക്ട് അല്ലേ പറഞ്ഞ്, ഫാക്ട് അല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലെ, ഡീറ്റെയിൽഡ് ആയിട്ട് കുഴപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞത് എന്താണോ അത് അതേപടി തന്നെ വന്നില്ലേ? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ, ഈ കാര്യമൊക്കെയാണോ? അതെ. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡിസീസിലേക്ക് പോവുക. രോഗങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എങ്ങനെയാ മക്കളെ എഴുതിയിരിക്കുന്നത്? ഫാക്ട് ആണ്. ഓക്കെ, ഇനി നമ്മൾ ആ ഫാക്ട് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താ? മീസൽസ് ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫാക്ട് ആണ്. പ്രെഡിക്ഷൻ കറക്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫാക്ട് ആണ്, വന്നത് എന്താണ്? ഫാക്ട് ആണ്. അല്ലാതെ ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ വന്നത് മാത്രമല്ലല്ലോ ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പറഞ്ഞത് അതുപോലെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വരണം. ഓക്കെ, ഡീറ്റെയിൽ ആയി പഠിക്കാനാണെങ്കിൽ ഡീറ്റെയിൽ ആയി പഠിച്ചതിന്റെ ബെനിഫിറ്റ് അവിടെ കിട്ടണം. അല്ല ഊപ്പർ അതായത് ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ബേസിക് ആയ കാര്യം പഠിച്ചതിന്റെ കാര്യം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വരാൻ പറ്റുള്ളൂ. ഇങ്ങനെയല്ലേ ടൈം നമ്മൾ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. ഇങ്ങനെയല്ലേ നമ്മൾ എന്ത് ചെയ്യുക? ആക്ച്വലി നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് കിട്ടുക. ഇങ്ങനെയല്ലേ സ്മാർട്ടായി പഠിക്കുക. ഇങ്ങനെയല്ലേ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റ വർഷം കൊണ്ട് ഇരിക്കുന്നു, അടുത്ത എക്സാം ഏതാണോ നെക്സ്റ്റ് എക്സാം നമ്മൾ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. അല്ലാതെ PSC പഠനം എന്ന് പറയുന്നത് പഞ്ചവർഷ പദ്ധതിയാണോ? അല്ല. PSC പഠനം എന്ന് പറഞ്ഞാൽ എന്താ? റോളിംഗ് പ്ലാൻ ആണ്. റോളിംഗ് പ്ലാൻ ആണ് മക്കളെ. റോളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ എന്താ? ഒറ്റ വർഷം, സിംഗിൾ വർഷം, ഒറ്റ വർഷം പഠിക്കുക, എന്ത് ചെയ്യുക? ഒറ്റ എക്സാമിന് പഠിക്കുക, എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. എന്നിട്ട് അടുത്ത അതിനേക്കാൾ മുകളിൽ വേണമെങ്കിൽ എന്ത് ചെയ്തോ? വേറെ പഠിച്ചോ. ഓക്കെ, അതാണ് നമ്മളെ പരിപാടി. ക്ലിയർ അല്ലേ? അതെ. അപ്പൊ ഞാൻ അടുത്ത കാര്യം, ഡിസീസസ് കഴിഞ്ഞു. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ചോദിച്ചിട്ടില്ല കേട്ടാ. ഓക്കെ അല്ലെ? എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണണം. അല്ലെങ്കിൽ കേരള ഹെൽത്ത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കാണാം. ഫാക്ട് ആണ് കാണേണ്ടത്. ദാ കിടക്കുന്നു കേരള ഹെൽത്ത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ. എന്താണ് പേര്? ആർദ്രം എന്നല്ലേ പേരുണ്ടായിരുന്നത്? ഫാക്ട് അല്ലേ പറഞ്ഞ്? ഫാക്ട് അല്ലേ വന്നിരിക്കുന്നത്? ഓക്കെ അല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? ഇല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കറണ്ട് അഫയർ വേണ്ടേ? ഓക്കെ, ഇതാ കിടക്കുന്നു കറണ്ട് അഫയർ. ഓക്കെ, ഒരു മിനിറ്റ്. കറണ്ട് അഫയർ അവിടെ ഇവിടെ. ഓക്കെ, ഒന്ന്, നോബൽ പ്രൈസ് ഇൻ ബയോളജി വേണം. ഇതിന്റെ താഴെയാണ്. അല്ലെങ്കിൽ നോബൽ പ്രൈസ് ഇൻ ബയോളജി കിട്ടണം. നമുക്ക് നോബൽ പ്രൈസ് ബയോളജി ചോദിച്ചിട്ടില്ല. നമ്മൾ ചോദിച്ചത് എന്താ? കെമിസ്ട്രിയിലാണ്. കെമിസ്ട്രിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് അല്ലെങ്കിൽ ഡേർട്ടിയസ്റ്റ് സിറ്റീസ്. നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തതല്ലേ? ഓക്കെ, നമ്മൾ പഠിച്ചതല്ലേ ആക്ച്വലി? അങ്ങനെയാണെങ്കിൽ ആ പഠിച്ച ഭാഗത്തുനിന്ന് നമ്മൾ സൊല്യൂഷൻ എന്താ പറഞ്ഞത്? ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റബിൾ ബേണിംഗ് നിർത്തണം, അതായത് വൈക്കോൽ കത്തിക്കുന്നത് നിർത്തണം. പിന്നെ എന്ത് ചെയ്യണം? ആക്ച്വലി പെട്രോൾ ഡീസൽ എല്ലാം ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ഉപയോഗിക്കണം? ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ വന്നിരിക്കുന്നത്? 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? ഏതാണ് മക്കളെ വേദി? ഓപ്ഷൻ ഡി ആണ് വേദിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ന്യൂ ഡിസീസസ്. കൊറോണ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സെക്സ് റേഷ്യോ, വാക്സിനേഷൻ റേഷ്യോ, 2011 സെൻസസ്. ഓക്കെ, ആ കാര്യമൊക്കെ അല്ലേ? അതെ. ഓക്കെ, പിന്നെ അടുത്തത് ന്യൂ സ്പീഷീസ് ഫൗണ്ട് ഇൻ കേരള. പുതുതായിട്ട് എന്തെങ്കിലും സ്പീഷീസ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ആമയോ ഏതെങ്കിലും മീനോ അങ്ങനെ എന്തെങ്കിലും ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. നാഷണൽ പാർക്ക് ന്യൂസ്, ഏതെങ്കിലും നാഷണൽ പാർക്ക് ന്യൂസിൽ ഉണ്ടെങ്കിൽ. IUCN സ്റ്റാറ്റസ്. ഓക്കെ അല്ലെ? എൻവയോൺമെന്റ് ഡേ, വാട്ടർ ഡേ, അവരുടെ സ്ലോഗൻസ് ഒക്കെ ദാ കിടക്കുന്നു. IUCN കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്? ഏത് സംഘടനയാണ്? IUCN. ഓക്കെ, സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ അല്ലേ? ഓക്കെ, ചുറ്റി വളച്ച് നോക്കേണ്ട കാര്യമില്ല. ബയോളജിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സിലബസിൽ പഠിക്കുന്നതാണ്. ആ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറ. ഓക്കെ, നമ്മളൊരു എന്ത് ചെയ്തു? ആക്ച്വലി ഒരു 9 ടോപ്പിക്കിലേക്ക് സ്റ്റിക്ക് ചെയ്തു. ഓക്കെ, എല്ലാം എന്താ? ഫാക്ട് ബേസ്ഡ് ആണ്. ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ വലിയ ടോപ്പിക് ആണ്. അത് മുഴുവൻ പഠിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാവില്ല, കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. 6 മാർക്കിൽ 4 മാർക്ക് നമുക്ക് കിട്ടണം. ഓക്കെ, ഒരു എന്താണ് ആക്ച്വലി? പിന്നെ നമുക്ക് എന്ത് കിട്ടണം? കറണ്ട് അഫയറും കിട്ടണം. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ കിട്ടി? 5 ക്വസ്റ്റ്യൻ കിട്ടി. പോരെ? ഓക്കെ, ബാക്കി 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ 6 മാർക്കാണ് വരേണ്ടത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു. ഓക്കെ, ഇങ്ങനെയൊക്കെ വരാലോ. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് നമ്മൾ വളരെ കുറച്ചിട്ടുണ്ട്. ജീവകങ്ങളും ധാതുക്കളും പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ബയോളജി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം ഇതിൽ മൊത്തം ചാപ്റ്റേഴ്സിന്റെ എണ്ണവും കുറവാണ്. ഓക്കെ, വരുന്നത് 6 മാർക്കാണ്. അതിനെങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന അറിയാം. പക്ഷേ ഓക്കെ, നമ്മൾ പറഞ്ഞ മുഴുവൻ ഫാക്ട് വൈസ് ആണ്. അതായത് നീട്ടി വലിച്ച് പഠിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ടോപ്പിക് ഒക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നീട്ടി വലിച്ച് പഠിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ബയോളജിയും അതുമായി ബന്ധപ്പെട്ട എന്ത് കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ കയറുന്ന എവിടേക്കാ, ഫിസിക്സിലേക്കാണ്. എന്താണ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്, ലേറ്റ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം R=2F പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജി ക്വസ്റ്റ്യൻ, അതായത് ജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡെൻസിറ്റി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തെർമോമീറ്റർ, ഹ്യൂമിഡിറ്റി പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഫാക്ട് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ലേറ്റ് മാത്രമേ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ? നോബൽ പ്രൈസ് ഫിസിക്സ് പറഞ്ഞിട്ടുണ്ട്. ISROയുടെ പുതിയ മിഷൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂ സാറ്റലൈറ്റ്, നാസ, യൂറോപ്യൻ യൂണിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ആയിട്ട്. ഓക്കെ, തൽക്കാലത്ത് കറണ്ട് അഫയർ ഇതൊന്നും വന്നിട്ടില്ല. ക്ലിയർ? ഓക്കെ, താ കിടക്കുന്നു ഭൂഗുരുത്വാകർഷണ ത്വരണം G. ഓക്കെ, നിങ്ങൾ തന്നെ പറ, ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്ന എവിടെയായിരിക്കും? ഓക്കെ, ധ്രുവപ്രദേശത്തിലെല്ലാം ആയിരിക്കില്ല. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള തണുത്ത രാത്രികളിൽ ഇത് രൂപം കൊള്ളുന്നു. എന്താണ് മക്കളെ രൂപം കൊള്ളുന്നത്? തുഷാരം അല്ലേ രൂപം കൊള്ളുന്നത്. ഓക്കെ, ഈ എന്റെ ചോദിച്ചത് ആപേക്ഷിക ആർദ്രതയല്ലേ? ഞാനിവിടെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടില്ലേ, ഇതാ കിടക്കുന്നത്. ഓക്കെ, എവിടെയുണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 44 എഴുതി വെച്ചിട്ടില്ലേ? ഓക്കെ, ആ സംഭവം ഇവിടെ വന്നില്ലേ? ഓക്കെ, പക്ഷെ പ്രശ്നം എന്തായിരുന്നു, അത് ഇവിടെ അല്ല ചോദിച്ചത് എവിടെയാണ്? ജോഗ്രഫിയിലാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഫിസിക്സിൽ പഠിക്കാനുള്ള സംഭവമാണ്, ജോഗ്രഫിയിലും അതിന്റെ കൺസെപ്റ്റ് ഉണ്ട്, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതെ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് എന്ത്? ശ്യാനബലം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ല. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗത. ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഇതാണ് ഫിസിക്സിന്റെ സിലബസ് 3 മാർക്കിന്. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. ദ്രവ്യം, യൂണിറ്റ്, അളവും തോതും പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. ചലനം ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ന്യൂട്ടന്റെ ചലന നിയമം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. 3-ാം ചലന നിയമം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ആക്കം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. പ്രൊജക്ടൈൽ മോഷൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. 3-ാം ചലന നിയമം ഉപയോഗപ്പെടുന്ന സന്ദർഭം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രകാശം ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ലെൻസ്, ദർപ്പണം, R=2F, എന്താ പ്രകാശത്തിന്റെ വിധ പ്രതിഭാസം, മഴവില്ല്, വസ്തുക്കളുടെ വിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, ഇലക്ട്രോമാഗ്നറ്റിക് ഇഫക്റ്റ് ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശബ്ദം, വിവിധതരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗം, അരുണെണ്ണം, അവവർത്തന, പ്രതിപതനം. അതിൽ ഞാൻ വിവിധതരം തരംഗങ്ങൾ ശബ്ദത്തിന്റെ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ബലം ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. വിവിധതരം ബലം ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഘർഷണം ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ദ്രാവക മർദ്ദം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. പ്ലവനക്ഷമ ബലം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ആർക്കിമിഡീസ് തത്വം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. പ്ലാസ്കൽ നിയമം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. സാന്ദ്രത ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആപേക്ഷിക സാന്ദ്രത ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അഡീഷൻ, കൊലിഷൻ ബലങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. കേശിയോലശ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. വിസ്കസ് ബലം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. പ്രതല ബലം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഗുരുത്വാകർഷണം ഞാൻ പഠിക്കാൻ പറഞ്ഞ ഭാഗമാണ്. ഓക്കെ അല്ലെ? താപം ഞാൻ പഠിക്കാൻ പറഞ്ഞ ഭാഗമാണ്. പ്രവൃത്തി ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഗണിത പ്രശ്നമാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? ഏകദേശം 60% സിലബസ് ഞാൻ എന്ത് ചെയ്ത് മാറ്റി കളഞ്ഞ്. ഓക്കെ അല്ലെ? എന്നിട്ട് 40%, 40 കൂടി ഇല്ല, 30% സിലബസ് ഞാൻ തന്നിട്ടുള്ളൂ. മൊത്തം 3 മാർക്ക് അല്ലേ? അത് 2 മാർക്ക് കിട്ടണം. അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയറും കയ്യിൽ വരണം. ഇത്രയല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ അല്ലേ? ഇതൊക്കെ പോയില്ലേ? ഇതൊക്കെ പോയി കഴിഞ്ഞാൽ സമയം കിട്ടിയില്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? ഇതിനു വേണ്ടി വീക്ക്ലി ടൈം ടേബിൾ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് നിങ്ങളോട് ഞാൻ എന്താ പറയേണ്ട കാര്യം എന്താ? ഓക്കെ അല്ലെ? എല്ലാ ദിവസവും ഇരുന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് അറിയാത്തതുണ്ടോ? ഇല്ല. സമയത്തിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല. സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണോ? വേണ്ട. എല്ലാ കറണ്ട് അഫയറും നോക്കി ഡെയിലി ടൈം വേസ്റ്റ് ചെയ്യണോ? വേണ്ട. കറക്റ്റ് അല്ലേ? ഓക്കെ. ഈ സിലബസ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 6 ടോപ്പിക്, അതിന് എത്ര വരണം? 2 വരണം. ഇനി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും, ഫുൾ സിലബസ് പഠിക്കണോ അതോ ഞാൻ തന്നത് മാത്രം പഠിച്ച് 2 മാർക്ക് വാങ്ങണോ? ബാക്കി എല്ലാം പഠിച്ച 1 മാർക്ക്, ഞാൻ പറഞ്ഞത് പഠിച്ച 2 മാർക്ക്, ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ ഞാൻ പറഞ്ഞത് അക്കോറിജിയ ഫാക്ട്,
pH വാല്യൂ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഫാക്ട്, ഗ്യാസിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഡീറ്റെയിൽ പഠിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? പീരിയോഡിക് ടേബിൾ ഒരു ഫാക്ട്, ഇങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ? ദാ കിടക്കുന്നു ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ഫാക്ട് വൈസ് അല്ലേ? അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നിട്ടുണ്ട്. ആളെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യാൻ പോണത് ആരാ? ഹെൻറി മോസ്ലി. കറക്റ്റ് അല്ലേ? ഓക്കെ. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്നതോറും എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഏതാണ് വാതക നിയമം? ഓക്കെ, ബോയിൽ നിയമം ഉപയോഗിച്ച് എന്ത് ചെയ്യാവുന്നതാണ്? വിശദീകരിക്കാവുന്നതാണ്. ഇതാ ഇവിടെ പറഞ്ഞല്ലേ? ഓക്കെ അല്ലെ? പീരിയോഡിക് ടേബിൾ ഫാക്ട്. ഓക്കെ, പിന്നെന്താണ്? ഗ്യാസ് ലോ സ്റ്റേറ്റ്മെന്റ് ആണ്, ഡീറ്റെയിൽ ആയി പഠിക്കണം. പക്ഷെ ഇത് കൺസെപ്റ്റ് അറിഞ്ഞാലേ അറിയുള്ളൂ. അതാണ് ഡീറ്റെയിൽ ആയി പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? നിർവീര്യ ലായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റം ഉണ്ടാവുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ആസിഡ് അല്ലേ? അപ്പൊ ഓബിയസ്ലി എന്ത് ചെയ്യും? 7-നേക്കാൾ കുറയുന്നതായിരിക്കും. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും വന്നില്ലേ? ഇതിൽ 3 വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും 3 ക്ലെയിം ചെയ്യാറില്ല, 2 പറയാ. ഓക്കെ, തൽക്കാലത്തേക്ക് ഇതിൽ 3 വന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ കറണ്ട് അഫെയർ നോബൽ പ്രൈസ് ആണ്, ന്യൂ എലമെന്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ ആണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടതാ നോബൽ പ്രൈസ്. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ച ആർക്കാണ്? സിമ്പിളായി പറയുന്ന ക്വസ്റ്റ്യൻ എന്താ? നോബൽ പ്രൈസ് ഷെയർ ചെയ്ത് ആരൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ ഡേവിസ് ബേക്കറെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ടിക്ക് ചെയ്യാൻ വേണ്ടി പോണത്. കറണ്ട് അഫെയർ സിലബസ് ഓക്കെ അല്ലേ? ഞാൻ ചുമ്മാ ആണോ പറഞ്ഞത്? എനിക്ക് എന്തുണ്ട് 16 കിട്ടി, ആരെയാണ് ചെയ്യാനെന്ന് പറയാനുള്ള കാരണം ഉണ്ടോ? ഓക്കെ അല്ലേ? ഡൺ അല്ലേ? രസായനത്തിന്റെ സിലബസ്. ആറ്റം പഠിക്കാൻ പറഞ്ഞ ഇല്ല, തന്മാത്ര പഠിക്കാൻ പറഞ്ഞ ഇല്ല, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥ പറഞ്ഞു, രൂപാന്തരത്വം പറഞ്ഞിട്ടില്ല, വാതക നിയമം പറഞ്ഞു, അക്കോറിജിയ പറഞ്ഞു, മൂലകങ്ങൾ പറഞ്ഞിട്ടില്ല, ആവർത്തന പട്ടിക പറഞ്ഞിട്ടുണ്ട്, ലോഹങ്ങളും അലോഹങ്ങളും പറഞ്ഞിട്ടില്ല, രാസഭൗതിക മാറ്റങ്ങൾ പറഞ്ഞിട്ടില്ല, രാസപ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടില്ല, ലായനി പറഞ്ഞിട്ടില്ല, മിശ്രിതം പറഞ്ഞിട്ടില്ല, സംയുക്തം പറഞ്ഞിട്ടില്ല, ലോഹങ്ങൾ അലോഹങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞിട്ടില്ല, ലോഹസങ്കരം പറഞ്ഞിട്ടില്ല, ആസിഡും ആൽക്കലിയും pH മൂല്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൽക്കലോയിഡ് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, സിലബസിനെ കുറച്ചില്ലേ? 3-2 വന്നല്ലോ. ഓക്കെ, സെയിം ഡയലോഗ് അടിക്കട്ടെ. എല്ലാം പഠിച്ചിട്ട് പോയാ എത്ര മാർക്ക് കിട്ടും? ആക്ച്വലി 3 മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് മാത്രം പഠിച്ചു എത്ര മാർക്ക് കിട്ടും? 2 മാർക്ക് ഷുവർ ഷോട്ട് ആണ്. 1 മാർക്ക് എക്സ്ട്രാ ആയി വന്ന എന്തായി ആയി. അപ്പൊ ഇതെല്ലാം പഠിച്ച് 3 മാർക്ക് വേണം. അപ്പൊ ഞാൻ പറയുന്നത് മാത്രം പഠിച്ച് 2 മാർക്ക് കിട്ടണം. ഓക്കെ, ഒരു 90-95 ലെവലിൽ എത്തിയാ പോരെ? ഓക്കെ അല്ലേ? ഡൺ അല്ലേ? 21 ടോപ്പിക്സ് ഉണ്ട്, നമ്മൾ 4 ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അതിൽ 3 വന്നു. എന്ത് ചെയ്തു? കറണ്ട് അഫെയറും വന്നു. നമ്മുടെ ടാർഗറ്റ് 3-2 ഓക്കെ അല്ലേ? ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും എന്ത് ചെയ്യും? നമുക്ക് ലൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് പറഞ്ഞാൽ 90 മാർക്ക് എത്തിക്കുക, അത്ര നമുക്ക് വേണ്ടു. ഓക്കെ അല്ലേ? ടോപ്പ് ആവണം. പറ്റുകയാണെങ്കിൽ എന്ത് വേണം? ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് ആവണം. ഓക്കെ, ഇത്രയൊക്കെ നമ്മുടെ ആഗ്രഹമുള്ളൂ. പേപ്പറിൽ എന്ത് വേണം? പേര് വേണം. ഇത് പോരെ? ഓക്കെ, അതൊക്കെ മതിയല്ല. അപ്പൊ എന്റെ ചോദ്യം, ഇതിന് ഞാൻ കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഓക്കെ, ഇപ്പൊ നിങ്ങൾ 25 ക്വസ്റ്റ്യനിലൂടെ പോയി. നിങ്ങൾ തന്നെ പറ, ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 15 മിനിറ്റ് കൂടി വേണ്ടി വരുമോ? ഇല്ല. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ഫാക്ട് വൈസ് അല്ലേ? അതെ. റീസണിങ് ക്വസ്റ്റ്യൻ ഈസി അല്ലേ? ഇംഗ്ലീഷിൽ വൊക്കാബുലറി അല്ലേ പോയത്? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞ പോലെ വന്നത് കാണുമ്പോഴും, അതേപോലെ എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്ത പോലെ വന്ന് കാണുമ്പോഴും, എല്ലാം ടിക്ക് ചെയ്യാൻ പറ്റുമ്പോഴും ഓക്കെ, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് അതിനെ കോൺഫിഡൻസ് ബൂസ്റ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കിയേ, എല്ലാം ഫാക്ട് ബേസ്ഡ് അല്ലേ? ഓക്കെ, അപ്പൊ സമയം എടുക്കുന്നുണ്ടാ? ഇല്ല. കാരണം നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തോന്നിയിട്ടില്ല. ഓക്കെ, തുടങ്ങിയിട്ടില്ല. എങ്ങനെ നമ്മൾ എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യുക? സമയം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, 30 മിനിറ്റ് ബെല്ലുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 15 മിനിറ്റ് ചോദിക്കണം, 45 മിനിറ്റ് ചോദിക്കണം. നിങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ കേട്ടാ, വേറെ ആരും ചോദിക്കില്ല. കറക്റ്റ് അല്ലേ? അതെ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് ഭാഗം നമ്മൾ പറഞ്ഞത്? ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 15 മിനിറ്റ്സ്, സെക്കൻഡ് 15 മിനിറ്റ്സ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് 15 മിനിറ്റ്സിൽ പോകുന്നത് എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജോഗ്രഫി ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? എക്കണോമിക്സിൽ ഡീറ്റെയിൽ ആയി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5-year പ്ലാൻ സ്റ്റേറ്റ്മെന്റ് ആണ്, ഗ്രീൻ റവല്യൂഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, ന്യൂ എക്കണോമിക് പോളിസി സ്റ്റേറ്റ്മെന്റ് ആണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം എന്താണ്? ഫാക്ട് ആണ്, പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ നീതി ആയോഗ് എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഇൻഡെക്സ് ആണ് 2024-25, ഹെൽത്ത് ഇൻഡെക്സ് 2021-22, റിവേഴ്സ് റിപ്പോ റേറ്റ് കറന്റ് എന്താണെന്നുള്ളത്, ചെയർമാൻ RBI, സെബി, വേൾഡ് ബാങ്കിന്റെ അതർ ബാങ്കിന്റെ ചെയർമാൻ ആരൊക്കെയാണ്, ബഡ്ജറ്റ് റിലേറ്റഡ്, GST റിലേറ്റഡ് എന്തുണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല
പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. ഓക്കെ, വികേന്ദ്രീകൃത ആസൂത്രണം തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി. തുടക്കം കുറിച്ച എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്തതല്ല. അപ്പൊ 7ാം പഞ്ചവത്സര പദ്ധതി തൊട്ടെന്തിയിട്ടുണ്ട്, തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 7 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? രാജീവ് ഗാന്ധിയുടെ കാലത്താണ് തുടക്കം കുറിച്ചത്. അന്ന് തന്നെ നഗരപാലിക ബില്ല് ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? രാജീവ് ഗാന്ധി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറെ അധികാരം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ബില്ല് രാജ്യസഭയിൽ പാസ്സായില്ല. ഓക്കെ അല്ലേ? അത് പാസ്സാക്കിയത് എപ്പോഴാണ്? നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ തുടക്കം കുറിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ആഗോളവൽക്കരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. ഓബിയസ്ലി അവരെന്ത് ചെയ്യണം? ഒരുമിച്ച് ദ്രുതമായിട്ട് സംയോജനം ചെയ്യണം. എന്തുകൊണ്ട് ദ്രുതമായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താ? കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് അവർ പെട്ടെന്ന് ചെയ്യണം. ബി, രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. ഇല്ലേ? ഇന്ത്യ പോലൊരു സ്ഥലത്ത് നമുക്ക് ലോകത്തുള്ള ഏത് സാധനം വേണമെങ്കിലും കിട്ടില്ലേ? ടെക്നോളജി കിട്ടില്ലേ? ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ഇല്ലേ? അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാമാണ് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരിക. ഹരിത വിപ്ലവത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിക്കുക. വേണം. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. വേണ്ട. സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ആക്ച്വലി ഭക്ഷ്യ ഉൽപാദനത്തിൽ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തത കൊണ്ടുവരണം. 3, ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതെ. ഓക്കെ അല്ലേ? അപ്പോ 1, 2, 3 എന്താ ചെയ്യാൻ പോണത്? ആൻസർ ആയിട്ട് വരാൻ പോണത് ഓപ്ഷൻ സി എന്താണ്? 1, 3 എന്നിവ. ഓക്കെ. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്ത ഏതാണ്? ബാങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഫസ്റ്റ് പണി എന്താ? നിക്ഷേപം സ്വീകരിക്കുക, വായ്പ എന്ത് ചെയ്യുക? കൊടുക്കുക. ലോക്കൽ സൗകര്യം കൊടുക്കണ്ടേ? പണം അച്ചടിച്ചിറക്കുന്ന ആരൊക്കെ കൂടി ചേർന്നിട്ടാണ്? RBIയും പിന്നെ ആരാ? ഗവൺമെന്റും കൂടി ചേർത്താണ്. ഓക്കെ അല്ലേ? കാരണം പണം എന്ന് പറഞ്ഞാൽ നോട്ടും ഉണ്ടാവും, എന്നുണ്ടാവും, കോയിനും ഉണ്ടാവും. ഇതൊക്കെ കറക്റ്റ് അല്ലേ? ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? പുള്ളിയുടെ പേരെന്താ? അജയ് ബംഗ. അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ കറണ്ട് അഫെയർ എഴുതിയിട്ടില്ലേ? ഓക്കെ, ചെയർമാൻ ഓഫ് RBI, സെബി, വേൾഡ് ബാങ്ക്, അതർ ബാങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലേ? ഉണ്ടല്ലോ. ഓക്കെ, അതങ്ങനെ വന്നില്ലേ? സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത്? സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ വന്നിരിക്കുന്നത്? ഓക്കെ അല്ലേ? സമയമില്ലേ? പിന്നെ ഇന്ത്യൻ ആദായ നികുതി നിയമം 1963 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? പ്രത്യക്ഷ നികുതി ഇതില് CGST കേന്ദ്ര ചരക്ക് സേവന നികുതിയാണ്. അല്ല, IGST സംയോജന ചരക്ക് സേവന നികുതിയാണ്. GST എന്ന് പറഞ്ഞാൽ തന്നെ പരോക്ഷ നികുതിയാണ്. അപ്പൊ വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി 1ഉം 2ഉമാണ് ടിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ സർക്കാരിന്റെ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ഓക്കെ, ഉറപ്പായിട്ടും സാമ്പത്തിക സ്ഥിരത കൈവരിക്കണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, അനാവശ്യങ്ങൾ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അപ്പൊ എല്ലാമാണ് ആൻസർ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ സിലബസ്. സാമ്പത്തിക രംഗം പഠിക്കാൻ വേണ്ടി പണ്ടില്ല, പക്ഷെ പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരം, ധനകാര്യ സ്ഥാപനം, കാർഷിക വിള, ധാതുക്കൾ, ഹരിത വിപ്ലവം. അതിൽ കാർഷിക വിളയും ധാതുക്കളും നമുക്ക് ജോഗ്രഫിയിൽ എടുത്തു കഴിഞ്ഞാലും ബാക്കിയെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ 5 മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയി പഠിച്ചേ പറ്റുള്ളൂ. ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ സബ്ജക്ട് എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സമയം വേണം. ആ സമയം ഇതുവരെ നമ്മൾ എവിടെ നിന്ന് കിട്ടി? ഫിസിക്സ് നമ്മൾ കുറച്ചില്ലേ? കെമിസ്ട്രി നമ്മൾ കുറച്ചില്ലേ? കറണ്ട് അഫയർ നമ്മൾ കുറച്ചില്ലേ? ഇനി വരാൻ പോകുന്ന ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഞാൻ കാണിച്ചു തരുന്നത് ചെയ്യും. ഞാൻ കുറച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ സമയം എടുക്കും. സമയം എടുത്തിട്ടാണ് അത് പഠിക്കുക. ഓക്കെ, മനസ്സിലായ? അപ്പൊ കൂടുതൽ സമയം വേണം. ഓക്കെ, എല്ലാ എക്സാമിലും ഇതേ പാറ്റേൺ ആണ് വരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന CPO ആയാലും WCPO ആയാലും ഒക്കെ എന്താണ്, സെയിൽസ് അസിസ്റ്റന്റ് ആയാലും സെയിൽസ് മാനേജർ ആയാലും ഇതേ പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ ഇതിന് സമയം കിട്ടാൻ വേണ്ടി ജോഗ്രഫി, ഹിസ്റ്ററി, ഹിസ്റ്ററി, കെമിസ്ട്രി, IT ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. 4ന്ന് 5 എന്ത് ചെയ്തു? വന്നു. ഓക്കെ അല്ലെ? മൊത്തം 5 കോടി നമ്മൾ പ്രെഡിക്ട് ചെയ്താ വന്നത്, ഇൻക്ലൂഡിങ് കറണ്ട് അഫെയർ. ഓക്കെ അല്ലെ? നമ്മുടെ 2 എണ്ണം എന്താണ്? ആക്ച്വലി കറണ്ട് അഫെയർ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെന്താ, കുറച്ച് ക്വസ്റ്റ്യൻ അവർ എക്സ്ട്രാ ചോദിച്ചു. അത് ചില സമയത്ത് അവർ എക്സ്ട്രാ ചോദിക്കും. ഇതൊന്നും കൂട്ടാതെ ഏട്ടാ എനിക്ക് 85, ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ എന്റെ ആകെ മാർക്കായി. ഓക്കെ അല്ലേ? ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതെ. ഇപ്പൊ നമുക്ക് സമയം എടുത്തു പറഞ്ഞാൽ എന്താ? കുറച്ച് ആലോചിക്കണം. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന അത്ര ആലോചിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് എക്കണോമിക്സ് കഴിഞ്ഞോട്ട് നമ്മൾ എങ്ങോട്ട് പോയത്? കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയത്. കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഫാക്ട് ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രെഡിക്ട് ചെയ്ത് എവിടെ നിന്നാ? പഞ്ചായത്ത് രാജ് എന്ന്. മൗലിക അവകാശം ഒരു ഫാക്ട്, പ്രിയാമ്പിൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് അല്ലെങ്കിൽ ബോറോയിങ് ഒരു ഫാക്ട്, ഓക്കെ, ലിസ്റ്റ് ഒരു ഫാക്ട്, CAG AG ഫിനാൻസ് കമ്മീഷൻ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റും ബാക്കിയെല്ലാം ഫാക്റ്റും. ഇങ്ങനെയാണ് വരേണ്ടത്. കറണ്ട് അഫെയർ
സിറ്റിസൺഷിപ്പ് ആക്ട് 2024. ഇപ്പോഴത്തെ മിനിസ്റ്റർ ആരൊക്കെയാണ്? ഇപ്പോഴത്തെ CAG, AG, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരൊക്കെയാണ്? 106 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്. ഇതാണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ താഴെ പറയുന്ന പ്രസ്താവനകൾ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. യെസ്, കറക്റ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. കറക്റ്റ് ആണ്. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ഓക്കെ അല്ലെ? 5 ലക്ഷം അല്ല, 10 ലക്ഷമാണ്. സോ ഒന്നും രണ്ടുമാണ് എന്തായിട്ട് വരാൻ പോകുന്നത്? ശരിയായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളും ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുപടി ചേർക്കുക. മൗലിക അവകാശം, ഓക്കെ, ഫാക്ട് അല്ലേ പറഞ്ഞത്? ഫാക്ട് അല്ലേ വന്നിരിക്കുന്നത്? ഫാക്ട് ബേസ്ഡ് അല്ലേ? ഓക്കെ, അത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ ഏതാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്താനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. ഏതാ? ആർട്ടിക്കിൾ 30. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. ഏതാണ്? ആർട്ടിക്കിൾ 26. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 18. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ഏതാണ്? ആർട്ടിക്കിൾ 22. കറക്റ്റ് അല്ലേ? അപ്പൊ ഓപ്ഷൻ സി 1D, 2C, 3A, 4B ഇതാണ് ആൻസർ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഇതാ കിടക്കുന്നു കറണ്ട് അഫെയർ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിന്റെ പേരെന്താണ്? BR ഗവായ്. ഓക്കെ. അപ്പൊ നമ്മളത് എവിടെ എഴുതി വെച്ചതല്ലേ? ഇവിടെ എന്താണ്? കറണ്ട് ഭരണഘടനാ സ്ഥാപന തലവൻ ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചല്ലേ? ആ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടില്ലേ? ഓക്കെ, കറക്റ്റ് ആയില്ലേ? ഇതാ എന്താണ് ആക്ച്വലി നമ്മുടെ എന്താണ് ഇതെന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനുള്ള അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്തവകാശം. 1978 വരെ സ്വത്തിനുള്ള അവകാശം എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. കറക്റ്റ് അല്ലേ? ഓക്കെ. ഭരണഘടനയുടെ 30A അല്ല, 300A ഇട്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നോ? അല്ല. ആരായിരുന്നു പ്രധാനമന്ത്രി? ആക്ച്വലി മൊറാർജി ദേശായി ആയിരുന്നു. അപ്പൊ 1 മാത്രമാണ് കറക്റ്റ്. സിമ്പിൾ ഫാക്ട് അല്ലേ? ലിസ്റ്റില് താഴെപ്പെടുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ദാ കണ്ടുപിടിച്ചു. ഏതാണ്? ഓപ്ഷൻ സി, ഇൻഷുറൻസ്. ഓക്കെ അല്ലേ? ഭരണഘടനയിലെ പ്രധാന ഭേദഗതികൾ. 42. ഏതാണ്? മിനി ഭരണഘടന. 61 എന്താ? 21 18 കുറച്ചു. 74 നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റ്. 91 മന്ത്രിസഭയുടെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുക. അപ്പൊ ആൻസർ ഓക്കെ ആയില്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാൻ പോകുന്നത്. ഫാക്ട് ആണോ? ഫാക്ട് ആണോ? ഫാക്ട് ആണോ? ഫാക്ട് ആണ്. ഓക്കെ. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? എ ഷാജഹാനാണ് അധ്യക്ഷനായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. നമ്മളിത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വന്ന്? ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അതും 2024 ഓക്കെ. നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവരെന്ത് ചെയ്തില്ല? ചോദിച്ചില്ല. പകരം എവിടൊന്നും ഇല്ലാത്തത് എന്ത് ചെയ്തു വെച്ചാൽ ഒരു കറണ്ട് അഫയർ അങ്ങോട്ട് ചോദിച്ചു വിട്ട്. ഓക്കെ, ശരി, പോട്ടെ. ഓക്കെ. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. DPSP. ആരാണത്? ഉത്തരാഖണ്ഡാണ് ആൻസർ ആയിട്ട് വരാൻ വേണ്ടി പോണത്. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഞാൻ പഠിക്കാൻ വേണ്ടിണ്ടായിരുന്നോ? ഇല്ല. സർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കേക്ക്. ആമോ ഞാൻ പഠിക്കാൻ പറഞ്ഞോ? ഇല്ല. പൗരത്വം ഞാൻ പഠിക്കാൻ പറഞ്ഞോ? ഇല്ല. മൗലികാവകാശം പഠിക്കാൻ പറഞ്ഞോ? പറഞ്ഞു. ഓക്കെ അല്ലേ? ഫാക്ട് അല്ലേ? അതെ. നിർദ്ദേശത്വം പഠിക്കാൻ പറഞ്ഞ? ഇല്ല. മൗലിക കടമ പഠിക്കാൻ പറഞ്ഞ? ഇല്ല. ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഘടകം പഠിക്കാൻ പറഞ്ഞ? ആക്ച്വലി ഓക്കെ അല്ലേ? ഇല്ല. പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി പഠിക്കാൻ പറഞ്ഞു. പഞ്ചായത്ത് പഠിക്കാൻ പറഞ്ഞ? പഠിക്കാൻ പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കാൻ പറഞ്ഞ? പഠിക്കാൻ പറഞ്ഞു. യൂണിയൻ സ്റ്റേറ്റ്സ് കൺവെൻഷൻ പഠിക്കാൻ പറഞ്ഞു. അതാണ് എന്താ പറയാ? ഫാക്ട് ബേസ്ഡ്. ഓക്കെ. അപ്പൊ നിങ്ങൾ തന്നെ പറ. ഓക്കെ. ഇതിനെ ഞാൻ നന്നായിട്ട് കുറച്ചില്ലേ? ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒമ്പനല്ലേ? അതിന് ഞാൻ കുറച്ചില്ലേ? ഓക്കെ. ഒരുപാട് ടോപ്പിക്സ് ഞാൻ ഒഴിവാക്കിയില്ലേ? ഓക്കെ. അങ്ങനെ ഒഴിവാക്കിയിട്ട് 6 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ നമ്മുടെ നിന്ന് വന്ന് ഭരണഘടനാ അസംബ്ലി മാത്രമേ വരാത്തുള്ളൂ. ഓക്കെ അല്ലേ? സിലബസിന് റെഡ്യൂസ് ചെയ്തില്ലേ? ഓക്കെ. ഈ സമയം നിങ്ങൾക്ക് എക്കണോമിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൂടെ? പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചൂടെ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഇല്ല. ഇങ്ങനെയാണ് സ്മാർട്ട് ആയിട്ട് പഠിക്കുക. അപ്പൊ അടുത്ത 30 മിനിറ്റ് എവിടെ? ജോഗ്രഫിക്കാണ് പോകാൻ പോണത്. ജോഗ്രഫിയുടെ തിയറി എന്ന് 2 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ദാ കിടക്കുന്നു 2 മാർക്ക്. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം, സ്ട്രാറ്റസ്. ഓക്കെ അല്ലെ? താഴെ കൊടുത്തവരിൽ അവസാന ശില ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുണ്ണാമ്പ് കല്ലും ഏതാണ്? ആക്ച്വലി കൽക്കരിയുമാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണല്ലോ? 2 ക്വസ്റ്റ്യൻ ഇല്ലേ അവിടെ? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആപേക്ഷിക ആദ്യതയും കൂടെ കൂട്ടുകയാണെങ്കിൽ 3
3 അല്ലെങ്കിൽ എന്താണ് ആപേക്ഷ അത് ഫിസിക്സ് വന്നുകൊണ്ട് നമ്മൾ എന്ത് കൂട്ടുന്നുണ്ട് 2 ക്വസ്റ്റ്യൻ. നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പറഞ്ഞത്? സ്ട്രക്ചർ ഓഫ് ദ എർത്ത്, വിൻഡ് ആൻഡ് ക്ലൈമറ്റ്, ഓഷ്യൻ കറന്റ്, ഇത്രയേ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അതിലും വിൻഡ് ആൻഡ് ക്ലൈമറ്റ് വേണം ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. ദാ കിടക്കുന്നു സിലബസ്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കാൻ പറ്റണ്ട? ഇല്ല. ഭൂമിയുടെ ഘടന പഠിക്കാൻ പഠിക്കാൻ പറഞ്ഞു. അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷം, മർദ്ദവും കാറ്റും. അന്തരീക്ഷം പഠിക്കാൻ പറ്റില്ല, പാറ പഠിക്കാൻ പറ്റില്ല, ഭൗമോപരിതലം പഠിക്കാൻ പറ്റില്ല, അന്തരീക്ഷം, മർദ്ദവും കാറ്റും പഠിക്കാൻ പറ്റുന്നുണ്ട്, താപനിലയും ഋതുക്കളും പഠിക്കാൻ പറ്റുന്നുണ്ട്. ആഗോള പ്രശ്നങ്ങൾ പഠിക്കാൻ പറ്റില്ല, ആഗോള താപനം കറണ്ട് അഫയർ ആണ്. വിവിധതരം മലിനീകരണം പഠിക്കാൻ പറ്റില്ല, മാപ്പ് പഠിക്കാൻ പറ്റില്ല, ടോപ്പോഗ്രാഫിക് മാപ്പ് പഠിക്കാൻ പറ്റില്ല, അടയാളം പഠിക്കാൻ പറ്റില്ല, വിദൂര സംവിധാനം പഠിക്കാൻ പറ്റില്ല, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം പഠിക്കാൻ പറ്റില്ല, മഹാസമുദ്രങ്ങൾ പഠിക്കാൻ പറ്റില്ല, സമുദ്രജലങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ അവരുടെ സവിശേഷത എന്ത് ചെയ്തിട്ടില്ല, പഠിക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും പഠിക്കേണ്ട കാര്യമുള്ളൂ. ആക്ച്വലി 2 ടോപ്പിക്കും പഠിക്കാനുണ്ട്. ആ 2 ടോപ്പിക് പഠിച്ചിട്ട് പോയാൽ ദാ കിടക്കുന്ന 1 മാർക്ക്, ബാക്കി എല്ലാം പഠിച്ചിട്ട് പോയാൽ ദാ കിടക്കുന്ന 1 മാർക്ക്. ആകെ 2 മാർക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 2 മാർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തന്നെ പറ, ഇതെല്ലാം പഠിച്ച് 2 മാർക്ക് വാങ്ങണ, അതോ ഞാൻ പറയുന്നത് മാത്രം പഠിച്ച് 1 മാർക്ക് കൺഫേം ആയിരിക്കും അത് വാങ്ങണ? 90 അല്ലേ വേണ്ടു? ഓക്കെ അല്ലേ? സമയം കിട്ടിയില്ലേ? ഇഷ്ടം പോലെ സമയമല്ലേ പഠിക്കാൻ വേണ്ടിട്ട്. ഇനി എവിടെ പഠിക്കാൻ സമയമില്ല എന്ന് പറയേണ്ട കാര്യമുള്ളത്? കിട്ടിയാ? ഓക്കെ, കാര്യം മനസ്സിലായ? ഇനി അടുത്തത് ഇന്ത്യൻ ജോഗ്രഫി 2 മാർക്ക്. ഇന്ത്യൻ റിവേഴ്സ് ഇത് വരാതിരിക്കാനുള്ള കാരണം ഇവിടെ എന്ത് ചോദിച്ചു? ആദ്യത്തെ ചോദിച്ചു. അഗ്രികൾച്ചർ സ്റ്റേറ്റ്മെന്റ്, മിനറൽ ഫാക്ട്, ഉത്തരമഹാസമുദ്രം പ്ലാറ്റ്യൂ സ്റ്റേറ്റ്മെന്റ്, നാഷണൽ വാട്ടർവേസ് 5 എണ്ണം SCERT കൊടുത്തതും റിലേറ്റഡ് ഫാക്ടും, ഊർജ്ജ സ്രോതസ് എന്ത് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയല്ലേ പറഞ്ഞ് ദാ കിടക്കുന്നു ദേശീയ ജലപാത. ഓക്കെ, കോട്ടപ്പുറം മുതൽ എവിടെ വരെയാണ്? കൊല്ലം വരെ. ഓക്കെ, അന്നാസാഗർ തടാകം ഏത് സംസ്ഥാനത്താണ്? തടാകങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒരാളും പഠിക്കാൻ വേണ്ടി പോണില്ല. ഓക്കെ അല്ലെ? അപ്പൊ എന്ത് പറ്റി? ആക്ച്വലി രാജസ്ഥാനാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? വിട് തന്നെ വഴിയുള്ളൂ. അപ്പൊ അത്രയും പഠിച്ച്. ഓക്കെ, ഭൂപ്രകൃതി പഠിക്കാൻ പറഞ്ഞിട്ടില്ല, സംസ്ഥാനങ്ങളുടെ സവിശേഷത പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ല? മൊത്തമായിട്ട് എന്ത് ചെയ്യുക? വിടുക. ഉത്തരം പർവ്വതമേഖല പഠിക്കാൻ പറ്റില്ല, ഹിമാലയ ഉൾപ്പെടെ എല്ലാം വിടുക. നദി പഠിക്കാൻ പറ്റുന്നുണ്ട്, ഹിമാലയൻ നദി. ഉത്തര മഹാസമുദ്രം പഠിക്കാൻ പറ്റുന്നുണ്ട്, ഉപദ്വീപ പീഠവും പഠിക്കാൻ പറ്റുന്നുണ്ട്, തീരദേശം പഠിക്കാൻ പറ്റില്ല, കാലാവസ്ഥ പഠിക്കാൻ പറ്റില്ല, സ്വാഭാവിക സത്യപദ്ധതി പഠിക്കാൻ പറ്റില്ല, കൃഷി, ധാതുക്കൾ, വ്യവസായം എന്ത് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി പഠിക്കാൻ പറ്റുന്നുണ്ട്, കൃഷിയും ധാതുക്കളും പഠിക്കാൻ പറ്റുന്നുണ്ട്, ഊർജ്ജ സ്രോതസ് പഠിക്കാൻ പറ്റുന്നുണ്ട്, റോഡ്, ജല, റെയിൽ, വ്യോമഗത സംവിധാനങ്ങളിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്? വാട്ടർവേസ് മാത്രം പഠിക്കാൻ പറ്റുന്നുണ്ട്. ക്വസ്റ്റ്യൻ വന്നില്ലേ? ഓക്കെ അല്ലെ? കേരള ജോഗ്രഫി 1 മാർക്ക്. ഒറ്റ ക്വസ്റ്റിനെ വന്നിട്ടുള്ളൂ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം നീലഗിരിയാണ് ഉത്തരം. ഓക്കെ, റിവറും ലേക്കും പഠിക്കാൻ പറ്റുന്നുണ്ട്, ഫാക്ട് വൈസ് ആണ്. നാഷണൽ പാർക്ക്, ബയോഫിയർ റിസർവ്, നീലഗിരി ബയോഫിയർ റിസർവ് അല്ലേ? പഠിക്കാൻ പറ്റില്ലേ? ഓക്കെ അല്ലെ? അഗ്രികൾച്ചർ വെറൈറ്റി എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സെന്റേഴ്സ് അതുണ്ടെങ്കിൽ അത് ഫാക്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇതല്ലേ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ആയ? അപ്പൊ ഓപ്ഷൻ സി. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഭൂപ്രകൃതി പഠിക്കാൻ പറഞ്ഞ ഇല്ല, ജില്ല സവിശേഷത പഠിക്കാൻ പറഞ്ഞ ഇല്ല, നദി പഠിക്കാൻ പറഞ്ഞ പറഞ്ഞു, കാലാവസ്ഥ പഠിക്കാൻ പറഞ്ഞ ഇല്ല, സ്വാഭാവിക സത്യപദ്ധതി പഠിക്കാൻ പറഞ്ഞ ഇല്ല, വന്യജീവി സംരക്ഷണ കേന്ദ്രം പറഞ്ഞു, കൃഷിയും വ്യവസായവും പറഞ്ഞു, ധാതുക്കളും വ്യവസായവും ധാതു പറഞ്ഞു. ഓക്കെ, ധാതു പറഞ്ഞിട്ടില്ല ഒന്നു. ഊർജ്ജ സ്രോതസ്സുകൾ പറഞ്ഞു, റോഡ്, ജല, റെയിൽ, വ്യോമഗത സംവിധാനം പറഞ്ഞിട്ടില്ല. നാഷണൽ വാട്ടർ വൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലെ? കഴിഞ്ഞില്ലേ ജോഗ്രഫി? ഇനി എന്താ ജോഗ്രഫി പഠിക്കാനുള്ളത്? ഓക്കെ അല്ലെ? ജോഗ്രഫിയിലൊക്കെ എന്താ പറയാ? ഇവിടെ കൊച്ചി മെട്രോ റെയിൽവേ വാട്ടർവേ, വന്ദേ ഭാരത്, PM ഗതിശക്തി പ്രോഗ്രാം, നാഷണൽ ജിയോ സ്പെഷ്യൽ പോളിസി, ഇതാണ് എന്ത്? കറണ്ട് അഫയർ. ഓക്കെ, ഇത് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരാൻ വേണ്ടി പോവാണ്. എന്താ പഠിക്കാൻ പറഞ്ഞത്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ സ്റ്റേറ്റ്മെന്റ്, മാർത്താണ്ഡവർമ്മ ഫീമെയിൽ ഉള്ള ചിത്ര തിരുനാൾ ഫാക്ട്, ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹ ഫാക്ട്, കേരള ആഫ്റ്റർ 96 ഗവൺമെന്റ് ഫാക്ട്. ഇത്രേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ചട്ടമ്പി സ്വാമി, VT ഭട്ടതിരിപ്പാട്, അതിന്റെ ബുക്ക് ഫാക്ട്. ഓക്കെ, ഇതാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ്. അപ്പൊ നമുക്ക് കേരള ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച ആരാണ്? പണ്ഡിറ്റ് കറുപ്പനും ചട്ടമ്പി സ്വാമി നമുക്ക് അറിയാം. അപ്പൊ പിന്നെ വാഗ്ബടാനന്ദ വൈകുണ്ഠ സ്വാമിയാന്നുള്ളത് നോക്കിയാൽ പോരെ. ഓക്കെ, ഓപ്ഷൻ ബി ആരാണ്? വാഗ്ബടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നീല സത്യാഗ്രഹം എവിടെ എവിടെ എവിടെ? കേരളത്തിൽ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തെരഞ്ഞെടുക്കുക. ഓക്കെ, കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്ന 1908 കറക്റ്റ്. തൃശ്ശൂരിൽ വെച്ചാണ് യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ VT ഭട്ടതിരിപ്പാട് നമ്മൾ പറഞ്ഞിട്ടില്ലേ? എല്ലാ സാമൂഹ്യ പരിഷ്കരണങ്ങളും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ലല്ലോ. ഈ പുള്ളിയെ മാത്രം പഠിക്കാൻ പറഞ്ഞില്ലേ? കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഓപ്ഷൻ സി എന്താണ്? 2 പ്രസ്താവനയും ശരിയാണ്. ഓക്കെ, 19ാം നൂറ്റാണ്ട് തുടക്കത്തിൽ സ്വാതിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. യെസ്,
പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. യെസ്, ഓക്കെ, രണ്ടും എന്താണ്, ശരിയാണ്, കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ കേരള ഹിസ്റ്ററിന്ന് സാധാരണഗതിയിൽ ഒക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. കറക്റ്റ്. ഇവിടെ നമുക്ക് 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ. യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ ചിത്രത്തിനാൾ വരെ എല്ലാം പഠിക്കാൻ വേണ്ടില്ലേ. സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചുരുക്കിയിട്ടുണ്ട്. കേരള ദേശീയ പ്രസ്ഥാനങ്ങൾ വിട്ടിട്ടുണ്ട്. കേരള ചൈതന്യ സായുധകൾ വിട്ടിട്ടുണ്ട്. ഐക്യ കേരള പ്രസ്ഥാനം വിട്ടിട്ടുണ്ട്. 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം ഫാക്ട് പഠിക്കാൻ വേണ്ടിട്ടുണ്ട്. കേരള ഹിസ്റ്ററി കുറഞ്ഞില്ലേ? ഓക്കെ അല്ലേ? കേരള ഹിസ്റ്ററി ഇതായില്ലേ? ഇനി നെക്സ്റ്റ് എന്താ? ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ. അപ്പൊ നമുക്ക് ഏത് ഹിസ്റ്ററി നോക്കാം? ഇന്ത്യൻ ഹിസ്റ്ററി നോക്കാം. 1857 റിവോൾട്ട് ഫാക്ട്. ന്യൂസ് പേപ്പേഴ്സ് ഓർഗനൈസേഷൻ ഫാക്ട്. ഓക്കെ അല്ലേ? മഹാത്മാഗാന്ധി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ് റിയോഗേഷൻ ആക്ട് ഫാക്ട്. ഓക്കെ. ദാ കിടക്കുന്നു എന്ത് ക്വസ്റ്റ്യൻ എവിടെ? ഓർഗനൈസേഷൻസ്. ഫാക്ട് പറഞ്ഞെന്താ? ചേരുമ്പടി ചേർക്കൽ ഉൾപ്പെടുന്നല്ലോ. ഓക്കെ അല്ലേ? ഇതാ കിടക്കുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എന്താ ആൻസർ? ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമി ആരാണ് ചെയ്തത്? റാഷ് ബിഹാരി ഘോഷ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സൂര്യസെൻ. സ്വരാജ് പാർട്ടി ആരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? CR ദാസ്. ഓക്കെ അല്ലെ? ഗദ്ദർ പാർട്ടി ആരാ ചെയ്തത്? ലാല ഹർദയാൽ. ഓക്കെ. ഓർഗനൈസേഷൻ ആയില്ലേ? ഗാന്ധിജി. സ്റ്റേറ്റ്മെന്റ് അല്ലേ മക്കളെ? സ്റ്റേറ്റ്മെന്റ് അല്ലേ എഴുതിയിരിക്കുന്നത്? ഓക്കെ. ഗാന്ധിജി എന്ന് എവിടെ? മഹാത്മാഗാന്ധി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ സ്റ്റേറ്റ്മെന്റ് അല്ലേ എഴുതിയിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് അല്ലേ വന്നത്? ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓക്കെ അല്ലേ? എങ്ങനെയാണ് പഠിക്കേണ്ടത് എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനി എന്താ വേണ്ടത്? നിങ്ങൾ എന്നെ പറ. ഇനി ഇതിനേക്കാളും ചെയ്യാൻ പറ്റുന്ന എന്തേ ഉള്ളൂ? PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതേപോലെ എന്ത് ചെയ്യുക? കയ്യിലേക്ക് തരിക. അത് മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധി നടത്തിയ സമരമായിരുന്നു എന്ത്? ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ. കർഷക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദ് സത്യാഗ്രഹം. അല്ല. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നമായിരുന്നു അഹമ്മദാബാദ് സത്യാഗ്രഹം. കർഷക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് കേരള സത്യാഗ്രഹം. ഓക്കെ അല്ലെ? സിവിൽ നിയമന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി 1, 3, 4 എന്താണ്? 1, 4 ആണോ? ഓക്കെ അല്ലെ? 1, 4 ശരിയാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന എവിടെ വെച്ചായിരുന്നു? എവിടെ വെച്ചാണ്? ലാഹോർ. ഓക്കെ. ആ കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏതാ? വേൾഡ് ഹിസ്റ്ററി. ഓക്കെ അല്ലെ? അത് നമുക്ക് സിലബസ് നോക്കാം. സിലബസ് നോക്കാതെ കളിയില്ല. ഓക്കെ അല്ലെ? ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം? നോ. ബ്രിട്ടീഷ് ആധിപത്യം? നോ. ഒന്നാം സ്വാതന്ത്ര്യ സമരം? യെസ്, ഫാക്ട് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം? നോ. സ്വദേശി പ്രസ്ഥാനം? നോ. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ? യെസ്. സ്വാതന്ത്ര്യ സമരകാലത്തെ സാഹിത്യവും കലയും? നോ. സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധിയും? യെസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം? നോ. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന? യെസ്. ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയിലെ മേഖലയിലെ പുരോഗതി? നോ. വിദേശ നയം? നോ. ഓക്കെ. ഇനി എന്താ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ? അതും ബേസിക് ഫാക്ട് അല്ലേ? ഒന്നല്ലേ സ്റ്റേറ്റ്മെന്റ് പിടിക്കാൻ പറഞ്ഞത്? അതേപോലെയല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ വേൾഡ് ഹിസ്റ്ററിന്ന് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് നോക്കാം. വേൾഡ് ഹിസ്റ്ററി കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ. നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന് അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, അല്ലെങ്കിൽ UN, അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷൻ. ഓക്കെ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാഷ്ട്രത്തിന്റെ പേരെന്താ മക്കളെ? ഫ്രാൻസ്. ഓക്കെ. ഫ്രഞ്ച് റവല്യൂഷൻ ആയില്ലേ? ഓക്കെ. സോഷ്യലിസം, റഷ്യൻ റവല്യൂഷൻ, തീവ്രദേശീയ പ്രസ്ഥാനം, പ്ലാൻ സ്ലാവ്. ഓക്കെ. സെർബിയ എന്തിന്റെ ഭാഗമാണ്? യൂഗോസ്ലാവിയുടെ ഭാഗമാണ്. അവിടെ സോഷ്യലിസം നിന്ന് മാറിയിട്ട് സെർബിയക്ക് എന്ത് വേണം? സ്വന്തമായിട്ട് എന്തുണ്ടാക്കണം? ഒരു കൺട്രി ഉണ്ടാക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീവ്രദേശീയവാദം ഉണ്ടായി. സോഷ്യലിസം. 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലേ? ഓക്കെ അല്ലേ? ഓപ്ഷൻ സി കറക്റ്റ് ആണല്ലോ? അതെ. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്ററി നമ്മുടെ കയ്യിലല്ലേ? ഓക്കെ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? അതെ. ഇനി അടുത്ത ഡൗട്ട്, സാർ ഈ ഓരോ മാർക്ക് കളയാൻ വേണ്ടി പറയണ്ടല്ലോ, അതെങ്ങനെ ചെയ്യുക? അതിനല്ല മക്കളെ ഈ സമയം ഉണ്ടല്ലോ. ഫസ്റ്റ് തൊട്ട് നമ്മൾ ടൈം ടേബിൾ തരുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ സമയം ഉണ്ടാവുമല്ലോ. ആ സമയമുള്ള സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 100 വാങ്ങാൻ പറ്റും. ഓക്കെ. PSCയിൽ 100. PSC ഇത് ക്യാൻസൽ ചെയ്യാതിരിക്കണമല്ലോ. ശരി. ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്ത്? ഫുൾ മാർക്ക് എന്ന് പറയുന്ന പേര് വരും. സമയമാണ്. ഓക്കെ. കറണ്ട് അഫെയർ, 150 വർഷം ആര്യ സമാജം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, മിസൈൽസ് ഡിഫൻസ് എക്യുപ്മെന്റ് 2024-2025, റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, പാലസ്തീൻ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് USA, ബ്രിട്ടൻ, ചിലി, UN ഇൻഡെക്സ് 2024-2025, ഡേ സ്ലോഗൻസ്. ഓക്കെ അല്ലേ? ഇതാ കിടക്കുന്ന ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിക 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ അല്ലേ? ഏതൊക്കെയാണ് മക്കളെ ആ സ്ഥലങ്ങൾ? ഓപ്ഷൻ ഡി എല്ലാമാണ്. കാങ്കർവാലി ഉണ്ട്, മുതുമൽ മെഗാലിത്തിക് മെൻഹിയർ ഉണ്ട്,
ചൗസത്ത് യോഗിനി ക്ഷേത്രമുണ്ട്, എല്ലാം ഉണ്ട്. ഇനിയും ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം കേട്ടോ. ഓക്കെ അല്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് അവിടെ കേരള അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് സിവിൽ സർവീസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടുന്ന് കറണ്ട് അഫയറാണ് വന്നിരിക്കുന്നത്. 2005 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ചീഫ് സെക്രട്ടറി നമ്മൾ കറണ്ട് നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ആരാണ്? എ ജയതിലകാണ് ഉള്ളത്. കറക്റ്റ്. കേരള ഗവൺമെന്റ് സോഷ്യൽ പ്രോഗ്രാം ഫാക്ട് ആണ്. ഓക്കെ, ഇതാ കിടക്കുന്നു ഫാക്ട്. എന്താ? കേരള ഗവൺമെന്റ് സോഷ്യൽ പ്രോഗ്രാം. ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതി. ഓക്കെ അല്ലെ? ഓപ്ഷൻ എ ഏതാണ്? പ്രചോദനം പദ്ധതിയാണ്. ഇനി നമുക്ക് ഓൾഡ് ഏജ് പേഴ്സൺ ലോ ഇല്ല. AG ഹൈക്കോടതി സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോ എന്തുണ്ട്? ഇതുണ്ട്. ഏതാണ്? ഭരണഘടനാ സ്ഥാപനം. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്ന ആരാണ്? ഭരണഘടനാ സ്ഥാപനം എന്നുള്ളത് ഫാക്ട്. ഓക്കെ, ആരാണ്? ഡി ഗവർണറാണ് നിയമിക്കാൻ വേണ്ടി പോകുന്നത്. ലാൻഡ് റിഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. വർക്ക് ആൻഡ് ലേബർ വന്നിട്ടില്ല. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? സിലബസ്. സംസ്ഥാന സിവിൽ സർവീസ് പഠിക്കണം, ഭരണസ്ഥാനം പഠിച്ചേ പറ്റുള്ളൂ, കമ്മീഷനും പഠിക്കണം. സാമൂഹ്യ ദുരന്ത വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ നോ. ദുരന്ത നിവാരണ അതോറിറ്റി പഠിക്കാനുള്ളത് നമ്മൾ എഴുതിയിട്ടില്ല. തണ്ണീർ സംരക്ഷണം പഠിക്കാനുള്ളത് നമ്മൾ എഴുതിയിട്ടില്ല. തൊഴിലും ജോലിയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി MJNRGA വന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഭൂപരിഷ്കരണം പഠിക്കണം. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യ സേവനം, സാമൂഹ്യ സുരക്ഷിതത്വം എല്ലാം പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാൻ സമയം വേണ്ടേ? ഇത് പഠിക്കാനുള്ള സമയമാണ് നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? ബാക്കിയുള്ള വീട്ടിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു, ഒരു എക്സാമിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്ച്വലി വിടേണ്ടത് വിടണം, പഠിക്കേണ്ടത് പഠിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഏത് വിടണം, ഏത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതെന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതല്ല? ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക. കറക്റ്റ് ആണ്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന. കറക്റ്റ്. ഏതൊരു കുടുംബത്തിനും. കറക്റ്റ്. ഒരു സാമ്പത്തിക വർഷം. കറക്റ്റ്. 100 ദിവസത്തിൽ കുറയാത്ത. കറക്റ്റ്. അവിദഗ്ധ. കറക്റ്റ്. കായിക തൊഴിൽ. അതെങ്ങനെ കായിക തൊഴിൽ ചെയ്യുക? ഓക്കെ അല്ലേ? നമ്മള് പാവപ്പെട്ട ആളുകളിൽ ഭിന്നശേഷിയുള്ളവരെ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും എന്താ കയ്യിൽ അംഗവൈകല്യമുള്ളവരെ എടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നമ്മൾ സംരക്ഷണമല്ല, സംവരണം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൊണ്ടും കായിക തൊഴിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ തൊഴിൽ എന്ത് ചെയ്യുക? കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ സി 2, 3 എന്താണ് ആൻസർ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? രണ്ടല്ലേ? അതെ. അപ്പൊ നമ്മുടെ 15-70 ക്വസ്റ്റ്യൻ കഴിഞ്ഞ്, 65 ക്വസ്റ്റ്യൻ കഴിഞ്ഞ്, 45 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? 2:45 ആയിട്ടുള്ളൂ. ഓക്കെ, റിമൈനിങ് പാർട്ട് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, മാത്സും ഇംഗ്ലീഷും മലയാളം ഒക്കെയാണ്. റൈറ്റിംഗ് കൂടി ബാക്കിയുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി 30-35 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. റൈറ്റിംഗ് കൂടി ഉണ്ട്, കറണ്ട് അഫയറും ഉണ്ട്. അത് ചെയ്താൽ പോരെ? ഇഷ്ടം പോലെ സമയമല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ സമയത്തിൽ. ഓക്കെ അല്ലേ? സിംപ്ലിഫിക്കേഷൻ മാനിസ്റ്ററേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ല. ഓക്കെ, മോഹിനിയാട്ടം, കഥകളി, തെയ്യം, മുടിയേറ്റ്, കേരള നടനം വന്നിട്ടില്ല. ഒളിമ്പിക്സ് വന്നിട്ടില്ല. ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി ഓക്കെ വന്നിട്ടില്ല. ന്യൂസ് പേപ്പർ അസോസിയേറ്റഡ് വിത്ത് കേരള ഹിസ്റ്ററി. ഓക്കെ, ഇതാ കിടക്കുന്നു ക്വസ്റ്റ്യൻ. ശരിയായവ തെരഞ്ഞെടുക്കുക. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആയിരുന്നു. ഓക്കെ, ശരിയാണ്. 1854 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രത്തിൽ എന്ത്? കേരള കേസരി. അത് ശരിയല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ആണ് എന്തായിട്ട് വരാൻ പോകുന്നത്? ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ലിറ്ററേച്ചർ ബുക്ക്, റൈറ്ററും ബുക്ക് എഴുതിയിട്ടുണ്ട്. അടുത്ത കാണിക്കും. ഓക്കെ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായി തിരിച്ചറിയുക. ഓക്കെ, ഏതാണ് ശരി? ഓപ്ഷൻ എ പ്രസ്താവന എ ശരിയാണെന്ന ബി ശരിയല്ല. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലരാമ പണിക്കർ. ശരിയാണ്. VC ബാലരാമ പണിക്കർ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. അല്ല. ഓക്കെ, അത് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. മലയാള സിനിമ. ഓക്കെ, മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്ത് 1938 അല്ല. ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ ചിത്രത്തിന് ശബ്ദം നൽകിയത്. അല്ല. ഓക്കെ, ഓപ്ഷൻ ഡി രണ്ടും എന്തല്ല, രണ്ടും ശരിയല്ല. ഓക്കെ, അപ്പൊ ആർട്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ സിലബസ് കേരളത്തിലെ പ്രധാന ദൃശ്യ സാവ്യ കലകൾ. ഓക്കെ, നമ്മൾ 4-5 കലകൾ എഴുതിയിട്ടുണ്ട്. പ്രശസ്തമായ സ്ഥലങ്ങൾ എഴുതിയിട്ടില്ല. പ്രശസ്തമായ സ്ഥാപനങ്ങൾ എഴുതിയിട്ടില്ല. പ്രശസ്തരായ വ്യക്തികൾ എഴുതിയിട്ടില്ല. കലാകാരന്മാർ, എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ എഴുതിയിട്ടില്ല. അവിടെ കായിക ഇനം അവിടെ നേട്ടം അവിടെ തളിച്ചുള്ള വേദി പ്രധാന അവാർഡ് എഴുതിയിട്ടുണ്ട്. ഓരോ അവാർഡ് ഏത് മേഖലയിലാണ്? ഓക്കെ അല്ല, കായിക മേഖല അല്ല, കായിക മേഖല എഴുതിയിട്ടില്ല.
പ്രധാന ട്രോഫി എഴുതിയിട്ടില്ല. പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം എഴുതിയിട്ടില്ല. കളികളുമായി ബന്ധപ്പെട്ട പദങ്ങൾ എഴുതിയിട്ടില്ല. ഓക്കെ അല്ലെ? ഒളിമ്പിക്സ് അടിസ്ഥാന വിവരം എഴുതിയിട്ടുണ്ട്. ഓക്കെ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് കറന്റ്ലി എന്താണ് നടക്കുന്നത് അതും പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഗെയിംസ് ഇല്ല, കോമൺവെൽത്ത് ഇല്ല, സാഫ് ഇല്ല, വേദി ഇല്ല, രാജ്യങ്ങളില്ല, ദേശീയ ഗെയിംസ് ഇല്ല, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ അതൊന്നുമില്ല. ഒരു രാജ്യത്തിന്റെ ദേശീയ കായിക ഇനങ്ങൾ, വിനോദനങ്ങൾ ഇല്ല. ഓക്കെ അല്ലെ? മലയാള സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഇല്ല. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവരുടെ കർത്താക്കൾ. ഓക്കെ, അതുണ്ട്. അതല്ല, എഴുത്തുകാർ, തൂലിക നാമങ്ങൾ, അപരനാമങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ അതുണ്ട്. ഓക്കെ, കഥാപാത്രങ്ങൾ, കൃതികൾ ഇല്ല. കൃതികൾ ഉണ്ട്. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ ഉണ്ട്. മലയാള പ്രഥമത്തിന്റെ ആരംഭം ഉണ്ട്. ഓക്കെ അല്ലെ? കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടത്. പ്രധാന അവാർഡുകൾ ഉണ്ട്. ഓക്കെ, ജ്ഞാനപീഠ നേരം മലയാളം എഴുതിയിട്ടില്ല. മലയാള സിനിമയുടെ ഉത്ഭവം എഴുതിയിട്ടില്ല. ഓക്കെ, സിലബസ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കേരളത്തിലെ പ്രധാന ആഘോഷം എഴുതിയിട്ടില്ല. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശ്നങ്ങൾ, പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലെ? അല്ല, ആരാധനാലയം എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ഇല്ലേ? ഓക്കെ, എന്നിട്ടല്ല ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ലിറ്റററി അവാർഡ്, ബുക്ക്, ഓതേഴ്സ്, സ്കോട്ട് 2022 മുതൽ 2025 വരെ എഴുതിയിട്ടില്ലേ? ഓക്കെ അല്ലെ? മാത്സ് നോക്കിയേ, -5 ഏത് നമ്പർ കുറച്ചാണ് -14 കിട്ടുക? അതൊരു ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, താഴെ തന്നതിൽ ഏറ്റവും വലുത് അതാണ്. ക്വസ്റ്റ്യൻ ആണോ? ഒരു പെൻസിലിന്റെ വില ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ശരാശരി കണ്ടുപിടിക്കുക. നമ്മുടെ കയ്യിലുണ്ട് 2n+1 1024 ആയാൽ എക്സിന്റെ വില. ഓക്കെ, നമ്മളവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്, നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ മാത്സ് ഇത്ര എളുപ്പമാവാൻ കാരണം എന്താ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വന്നു. അതുകൊണ്ട് അവർ മാത്സ് ഇംഗ്ലീഷ് എന്തായത് എളുപ്പമാക്കാനുള്ള കാരണം ഉണ്ടായിരുന്നത്. 2025 പത്മഭൂഷൺ പുരസ്കാരം. ഓക്കെ, കുമുദിനി രജനീകാന്ത് നൃത്ത മേഖലയിലാണ്. ഇതാ കിടക്കുന്നു. ഓക്കെ, അവിടെ പത്മ അവാർഡ്സ്. ഓക്കെ, സ്പോർട്സ് അവാർഡ്സ്. ഓക്കെ, 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇതാ 2022 മുതൽ 2025 വരെയുള്ള എന്ത് അവാർഡ്സ്? കറക്റ്റ് അല്ലേ? ഓക്കെ, 2025 IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? ഓപ്ഷൻ ബി എന്താണ്? വിഘ്നേഷ് പുത്തൂർ. ഓക്കെ, ഫൈൻ. 71-75 മാത്സ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ ചെയ്തു. ഏജ് ആവറേജിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ എന്തായി? 1 മണിക്കൂറായി, 30 മിനിറ്റ് എന്തായി? ഇനി ബാക്കിയുണ്ട്. ക്ലിയർ അല്ലേ? അതെ. ഇനി നമ്മൾ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആക്റ്റീവ്, പാസീവ് വോയിസ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആർട്ടിക്കിൾ ജെറൻഡ്, സെന്റർ കണക്ഷൻ അല്ലെങ്കിൽ വെർബ്. ഓക്കെ, എന്താണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ടാഗ്? ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ. എന്ത്? ഡോണ്ട് ദേ. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ്. ഏതാണ്? ഡി ഇൻ. I have been living in this house for the past 10 years. If you study well, you will എന്താണ് actually pass the examination. Okay, one of the boys is absent today. Okay, I visited Mumbai last year. ഇതെല്ലാം നമ്മൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയല്ലേ? ഓക്കെ, ഇതാണ് സിലബസ്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണ? ഓക്കെ, ഇതൊന്നുള്ള എല്ലാം എഴുതിയിട്ടുണ്ട്? ഇല്ല. ഓക്കെ, അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വരണം. കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഇനി നമ്മൾ IT ആണ്. IT എഴുതിയിരിക്കുന്നത് നെറ്റ്വർക്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. IT ആറ്റ് സൈബർ ക്രൈംസ് ആണ്. മെമ്മറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, സെർച്ച് എഞ്ചിൻ ഉണ്ട്. എന്തുണ്ട് ആക്ച്വലി? അതേപോലെ സോഷ്യൽ മീഡിയ, വെബ് പേജ്, അങ്ങനെ കാര്യമുണ്ട്. ന്യൂ ഡെവലപ്മെന്റ് ഉണ്ട്. കറക്റ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു വൈറസ് സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളത്. ഓപ്ഷൻ സി എന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. കോഡ് വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാൻ നിൽക്കുന്ന വെബ് പേജ്. ഓക്കെ, ഓപ്ഷൻ എ എന്താണ്? ഡൈനാമിക് വെബ് പേജ്. ഓക്കെ, നമ്മൾ എക്സൽ 2010 കണക്കൂട്ട് നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്ദേശം ഏതാണ് ആക്ച്വലി? ഹാഷ്ടാഗ് നെയിം. ഓക്കെ, ഓപ്ഷൻ ബി. ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല? കറണ്ട് അഫെയർ. ഓക്കെ, സി ഏതാണ്? മലപ്പുറം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ IT പാർക്ക്? ഓപ്ഷൻ സി ഏതാണ്? ടെക്നോ പാർക്ക്. ഓക്കെ, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരത്തിൽ ഇത്രയും ഇല്ലേ? ഹാർഡ്വെയർ ഇല്ലേ? ഓക്കെ, ഇതൊക്കെ കാണുന്ന സാധനമില്ലേ? സോഫ്റ്റ്വെയറിൽ ഇത്രയും ഇല്ലേ? ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇന്റർനെറ്റിൽ ഇത്രയും ഇല്ലേ? സൈബർ ക്രൈംസ്, സൈബർ ലോസ് ഇത്രയും ഇല്ലേ? ഓക്കെ അല്ലേ? ഇതിനെല്ലാം ചേർത്ത് വെച്ച് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ? ഓക്കെ, ഇനി വരാൻ പോകുന്ന ആക്ട്സ് മുഴുവൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദ ഇൻഫർമേഷൻ ആക്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ലേ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ദ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, പോക്സോ ആക്ട് ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എവിടെ സ്റ്റേറ്റ്മെന്റ്?
ദ പോക്സോ ആക്ട് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓക്കെ, 4 എന്ത് എഴുതിയിട്ടുണ്ട്? കമ്മീഷൻ എഴുതിയിട്ടുണ്ട്. ഇൻഫർമേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, വുമൺ കമ്മീഷൻ, SC/ST കമ്മീഷൻ. ദ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓക്കെ, കമ്മീഷൻ എവിടെ? ദ സ്റ്റേറ്റ്മെന്റ് അല്ലേ? പറഞ്ഞതുപോലെ വന്നില്ലേ? ഇത് പഠിക്കാൻ സമയം വേണ്ടേ? അപ്പൊ സമയമുള്ളത് സമയമില്ലാത്തവരെ ഡിവൈഡ് ചെയ്തിട്ടില്ലേ? ഓക്കെ അല്ലെ? അതാ സിലബസ് ക്ലിയർ അല്ലേ? ഓക്കെ, 2025 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടവർ ഏത്? വ്യക്തികളെ വിളിച്ചു വരുത്താം, നിർബന്ധപൂർവ്വം ഹാജരാക്കാം, സത്യപ്രതിജ്ഞ ചെയ്യിക്കാം, മൊഴിയെടുക്കാം, രേഖാമൂലം തെളിവ് നൽകാം. അവരെ നിർബന്ധിക്കാനുള്ള അധികാരമില്ല. ഓക്കെ അല്ലെ? നമ്മൾ ആർട്ടിക്കിൾ 20 എന്ത് കൊടുക്കുന്നുണ്ട്? നിർബന്ധിക്കാൻ പറ്റില്ല. എന്താണ് ആക്ച്വലി ആ രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ബി, കൃത്യവിലോപം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ പറ്റില്ല. സിവിൽ കോടതിയാണ് അവര്, ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അഴിമതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരെ വിചാരണ ചെയ്യാനുള്ള അധികാരം ഇല്ല. ഓക്കെ, അപ്പോ ഡി എന്താണ്? മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്ന ഏതാണ്? എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകളൊന്നും കിട്ടില്ല. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടില്ല. MRP കുറഞ്ഞ വിലയ്ക്ക് കിട്ടില്ല. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് എന്ത് ചെയ്യണം? അറിയാനുള്ള അവകാശമുണ്ട്. ഉൽപ്പന്നത്തിന്റെ അവലോകനം സംബന്ധിച്ച ചെലവുകൾ തിരികെ ലഭിക്കാനുള്ള അവകാശമൊന്നും ഇല്ല. ഓക്കെ അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്ത ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മുന്നല്ല ഇപ്പോഴത്തെ ആളാവാം. ഓക്കെ, അപ്പൊ തന്നെ എന്തായി? തെറ്റായി. ഓക്കെ, മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം നടത്താവുന്നതാണ്. ഇന്ത്യൻ പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്താവുന്നതാണ്. മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും എന്ത് ചെയ്യണം? പഠിക്കാനുള്ള കാര്യങ്ങളുമുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? 2001 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവരിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഒന്നും വരുന്നില്ല. ഓക്കെ, 2005 ഗാർഗി പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിക്ക് പ്രതിക്ക് സംയുക്തമായി പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളോ ഉപയോഗിക്കുന്നതായ എല്ലാ ആസ്തികളും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? സംരക്ഷണ ഉത്തരവ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എല്ലാ സംഭവങ്ങളായി. ഓക്കെ, ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്? മലയാളത്തിലേക്കാണ് പോകുന്നത്. മലയാളത്തിൽ ശരിയായ പദം തിരഞ്ഞെടുക്കാനുണ്ട്. ഓക്കെ, അപരാധിയാണ്. താഴെ കൊടുത്ത അലിംഗ ബഹുവചനമുണ്ട്. അലിംഗ ബഹുവചനം ഏതാ? ആൺകുട്ടികളാണ്. ഈ പദത്തിന്റെ സ്ത്രീലിംഗമാണ് കവി. അപ്പൊ ഏതാണ്? കവിയത്രിയാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് വരാൻ വേണ്ടി പോകുന്നത്. ആസ് യു സീഡ് സോ യു സ്പ്രോട്ട്. വിത്ത് ഗുണം 10 ഗുണമാണ്. ശരിയായ വാക്യം മുതിർന്നവരെ നാം ബഹുമാനിക്കണം എന്നാണ്. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തതാണ്. ഏതാണ്? ആക്ച്വലി അവനെയാണ്. ഓക്കെ, പ്രത്യുപകാരത്തെ പിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രതി പ്ലസ് ഉപകാരമാണ് വരിക. അറിയാനുള്ള ആഗ്രഹത്തിന്റെ ഒറ്റ പദം എന്താ? ജിജ്ഞാസയാണ്. ഓക്കെ, കണ്ണുനീരെന്താ? കണ്ണീരാണ്. അശുഭം എന്ന് വെച്ചാൽ എന്താ? നിരശങ്കുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മലയാളം മനസ്സിലായി. എഴുതി വെച്ചിരുന്ന എല്ലാം എന്ത് ചെയ്യും? 10 മാർക്കായിട്ട് വരും. ഗ്രാമർ പഠിക്കാൻ നിൽക്കണ്ട. ബാക്കിയുള്ള എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. SCRT ആൻഡ് PYQ നിങ്ങൾക്ക് വരുന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി പറ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് എങ്ങനെ മലയാളത്തിൽ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കറക്റ്റ്. ഗ്രാമർ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. വൊക്കാബുലറി നമ്മൾ നോക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം സമയം സേവ് ചെയ്യാൻ പറ്റും. സോഴ്സ് എവിടെ നിന്നാ? PYQ SCRT ആണ്. നടന്ന എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, ന്യൂസ് റിലേറ്റഡ് കറണ്ട് അഫെയർ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലിയർ. അതേപോലെ 2024 ജൂലൈ 15 ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നെ പറയും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾക്ക് നിങ്ങളോട് സ്ട്രാറ്റജി തരാൻ പോകുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, ഇങ്ങനെ വരാൻ പോകുന്നത്, സ്ട്രാറ്റജി തരാൻ പോകുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണുള്ളത്? നിങ്ങളുടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? എൻ്റെ രീതി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ വേറെ PS സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. നിങ്ങളാണ് ചൂസ് ചെയ്തത് എന്ത് വേണമെന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ചാനൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ക്ലിയർ അല്ല? അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും സ്ട്രാറ്റജി ഇടുന്നതായിരിക്കും. നോക്കുക, പഠിക്കുക, പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.